നമസ്കാരം. ഗുഡ് മോർണിംഗ് കേരളത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. നിറയെ വാർത്തകൾ, അതിൻ്റെ അപ്ഡേറ്റ്സ് എല്ലാം ഇന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഏറ്റവും പ്രധാനമായി ലോകമെങ്ങും പ്രാർത്ഥനയോടെ കാത്തിരുന്ന സമാധാന ഉടമ്പടി, ഗാസ സമാധാന ഉടമ്പടി ഇന്ന് യാഥാർത്ഥ്യമാകുന്നു. അതിൽ ഇസ്രയേലും ഹമാസും ഒപ്പുവെക്കുന്നു എന്ന വാർത്ത തന്നെയാണ്. 20 രാഷ്ട്രങ്ങളുടെ വൻ രാഷ്ട്രത്തലവന്മാരാണ് ഈ ശുഭമുഹൂർത്തത്തിന് സാക്ഷ്യം വഹിക്കാനായി ഈജിപ്തിലെ കെയ്റോയിലേക്ക് എത്തുന്നത്. സംസ്ഥാനത്തേക്ക് വന്നാൽ ഈ ശബരിമലയിലെ സ്വർണ്ണ കവർച്ചയിൽ കള്ളന് കഞ്ഞി വെച്ചവരും കുടപിടിച്ചവരും ഒക്കെ വിളിച്ചത് വരുമ്പോൾ ഈ വൻ കൊള്ളയുടെ അന്വേഷണം പുതിയ തലങ്ങളിലേക്കൊക്കെ നീങ്ങുകയാണ്. ഒപ്പം ഇന്ന് സംസ്ഥാനത്ത് നിന്ന്, കൊല്ലത്ത് നിന്ന് ഒരു അങ്ങേറ്റം നിർഭാഗ്യകരമായ ഒരു വാർത്ത കൂടി വരികയാണ്. കിണറ്റിൽ വീണ 3 പേർ മരിച്ചു. അതിൽ ഒരാൾ ഈ കിണറ്റിൽ വീണവരെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ച ഒരു ഉദ്യോഗസ്ഥനുമാണ്. വിശദമായ റിപ്പോർട്ടുകളിലേക്കൊക്കെ വരാം. ആദ്യം തലക്കെട്ടുകൾ. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും എ പത്മകുമാർ ഉൾപ്പെടെയുള്ള ദേവസ്വം ബോർഡ് മുൻ അംഗങ്ങളെയും പ്രത്യേക അന്വേഷണ സംഘം ഉടൻ ചോദ്യം ചെയ്യും. കള്ളപ്പണ ഇടപാട് നടന്നിട്ടുണ്ടോ എന്നറിയാൻ അന്വേഷണം ഊർജിതമാക്കി ഇഡി. പ്രതിഷേധം കടുപ്പിച്ച് കോൺഗ്രസും ബിജെപിയും. ദേവസ്വം മന്ത്രിയുടെ ഏറ്റുമാനൂരിലെ ഓഫീസിലേക്ക് ഇന്ന് യൂത്ത് കോൺഗ്രസ് മാർച്ച്. സെക്രട്ടേറിയറ്റ് മാർച്ചുമായി യുവമോർച്ചയും. സമാധാന ഉച്ചകോടി ഇന്ന് ഈജിപ്തിലെ ഷാം അൽ ഷെയ്ഖിൽ. ഹമാസും ഇസ്രയേലും ബന്ദികളെ വിട്ടയക്കും. ഉടമ്പടി ഒപ്പിടുന്നതിൽ സാക്ഷികളാകാൻ ട്രംപ് ഉൾപ്പെടെയുള്ള ലോക നേതാക്കൾ ഈജിപ്തിലേക്ക്. ഇസ്രയേൽ ഹമാസ് യുദ്ധം അവസാനിച്ചുവെന്ന് ട്രംപ്. ഷാഫി പറമ്പലിനെതിരായ അതിക്രമത്തിൽ പോലീസിനെതിരെ നടപടിയെടുക്കും വരെ പ്രതിഷേധം തുടരാനുറച്ചു കോൺഗ്രസ്. പോലീസ് വീഴ്ച എന്ന SP-യുടെ കുറ്റസമ്മതം ആയുധമാകും. പോലീസ് ആദ്യം കണ്ണീർവാതകം എറിയുന്ന ചിത്രങ്ങളും പുറത്തുവിട്ടു. ആശുപത്രിയിൽ തുടരുന്ന ഷാഫിയെ ഇന്ന് പ്രതിപക്ഷ നേതാവ് സന്ദർശിക്കും. കൊല്ലം നെടുവത്തൂരിൽ കിണറ്റിൽ ചാടിയ യുവതിയെ രക്ഷിക്കുന്നതിനിടെ സുഹൃത്തും ഫയർഫോഴ്സ് അംഗവും ഉൾപ്പെടെ 3 പേർക്ക് ദാരുണാന്ത്യം. അപകടം കിണറിന്റെ കൈവരി ഇടിഞ്ഞു വീണ. തിരഞ്ഞെടുപ്പ് ആവേശത്തിലേക്ക് ബീഹാർ. 1ാം ഘട്ടത്തിനുള്ള നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ 5 ദിവസം കൂടി. BJP സ്ഥാനാർത്ഥികളെ ഇന്ന് പ്രഖ്യാപിക്കും. മഹാസഖ്യത്തിന്റെ സീറ്റ് വിഭജനം പൂർത്തിയാക്കാൻ RJD നേതാക്കൾ ഡൽഹിയിൽ. രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള നേതാക്കളുമായി ചർച്ച നടത്തും. ഡൽഹി ടെസ്റ്റിൽ ഇന്ത്യക്കെതിരെ വെസ്റ്റ് ഇൻഡീസ് പൊരുതുന്നു. 4ാം ദിവസം 2 വിക്കറ്റിന് 173 റൺസ് എന്ന നിലയിൽ ബാറ്റിംഗ് പുനരാരംഭിക്കും. ഓസ്ട്രേലിയക്കെതിരായ വനിതാ ലോകകപ്പിൽ ഇന്ത്യക്ക് തോൽവി. ഓസ്ട്രേലിയയുടെ ജയം 6 പന്ത് ശേഷിക്കെ 3 വിക്കറ്റുകൾക്ക്. ശബരിമല സ്വർണ്ണപ്പാളി കവർച്ച കേസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി ഉൾപ്പെടെയുള്ള പ്രതികളെ പ്രത്യേക അന്വേഷണ സംഘം ഉടൻ കസ്റ്റഡിയിലെടുത്തേക്കും എന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. ശബരിമല സന്നിധാനത്തും ബംഗളൂരുവിലും എത്തി നിർണായക വിവരങ്ങൾ SIT ശേഖരിച്ചിട്ടുണ്ട്. കേസിൽ EDയുടെ വിവരശേഖരണവും തുടരുകയാണ്. വിവരങ്ങളുമായി ആതിര രാധാകൃഷ്ണൻ ചേരുകയാണ്. ആതിര, ഈ കഴിഞ്ഞ ദിവസം വന്ന പ്രതികരണങ്ങൾ, വെളിപ്പെടുത്തലുകൾ, ഒപ്പം പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ ഒരു റിപ്പോർട്ട്, FIRലെ പരാമർശങ്ങളടക്കം ദേവസ്വം ബോർഡ് അടക്കം പ്രതികളാകുന്ന സാഹചര്യത്തിൽ ഇപ്പോൾ 1ാം പ്രതിയടക്കം ഈ പ്രതിപട്ടികയിലുള്ളവരെയെല്ലാം ഉടൻ തന്നെ കസ്റ്റഡിയിലെടുക്കാനും ചോദ്യം ചെയ്യാനുമുള്ള നടപടികളിലേക്ക് പ്രത്യേക അന്വേഷണ സംഘം നീങ്ങുകയാണ്. സ്വപ്ന, ഈ കഴിഞ്ഞ ദിവസം വന്ന FIRലെ വിശദാംശങ്ങൾ പുറത്തു വന്നിരുന്നു. അതിലാണ് ഈ പ്രതിപട്ടിക പൂർണ്ണമായും പുറത്തു വരുന്നത്. അതിൽ 8ാം പ്രതിസ്ഥാനത്തുള്ളത് മുൻപ്, അതായത് 2019 ഈ സ്വർണ്ണപ്പാളി വിവാദങ്ങൾക്കൊക്കെ തന്നെ തുടക്കം കുറിച്ച, അല്ലെങ്കിൽ ആ സ്വർണ്ണ കവർച്ച നടക്കുന്ന 2019 സമയത്ത് ഈ ദേവസ്വം ബോർഡിലുണ്ടായിരുന്ന അംഗങ്ങളാണ് ഇതിൽ പ്രതിപട്ടികയിൽ ചേർത്തിരിക്കുന്നത്. ആ അംഗങ്ങൾ ഇത്തരത്തിൽ ഈ സ്വർണം കവർച്ച ചെയ്യാൻ സഹായിച്ചവരുണ്ടെങ്കിൽ അവരൊക്കെ തന്നെ ആ പ്രതിപട്ടികയിൽ
ചേർത്തിട്ടുണ്ട്. ഈ ദേവസ്വം ബോർഡ് അംഗങ്ങളൊക്കെ തന്നെ പ്രതിപ്പട്ടികയിൽ നിൽക്കുന്ന ഒരു സാഹചര്യമാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ കണ്ടത്. ഈ ഒരു സാഹചര്യത്തിലാണ് ഒന്നാം പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഉൾപ്പെടെയുള്ള എല്ലാ പ്രതികളെയും ചോദ്യം ചെയ്യുന്നതിനും അതുപോലെ തന്നെ കസ്റ്റഡിയിൽ വാങ്ങുന്നതിനുമുള്ള ഒരു സാധ്യത ഇപ്പോൾ മുന്നിൽ കാണുന്നത്. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും അതുപോലെ തന്നെ ദേവസ്വം ബോർഡ് അംഗങ്ങളെയും ഒക്കെ തന്നെ കസ്റ്റഡിയിൽ വാങ്ങാൻ SIT ഒരുങ്ങുന്നു എന്നുള്ളതാണ് ഏറ്റവും പുറത്തേക്ക് വരുന്ന വിഷയം. എത്രയും പെട്ടെന്ന് തന്നെ ചിലപ്പോൾ അവരെ കസ്റ്റഡിയിൽ എടുക്കാനുള്ള സാധ്യതയാണ് മുന്നിൽ കാണുന്നത്. ഇവരെയൊക്കെ തന്നെ ചോദ്യം ചെയ്യാനുള്ള ഒരു സാധ്യതയുമുണ്ട്. കഴിഞ്ഞ ദിവസമാണ് ഈ ദേവസ്വം 2019 ദേവസ്വം ബോർഡ് അംഗങ്ങളായിരുന്ന വ്യക്തികളൊക്കെ തന്നെ ഈ പ്രതിപ്പട്ടികയിൽ ചേർക്കുന്നത്. അവർക്ക് എന്തെങ്കിലും പങ്കുണ്ടോ ഇല്ലയോ എന്ന കാര്യങ്ങളൊക്കെ തന്നെ ഈ ചോദ്യം ചെയ്യലും വിശദമായി ചോദ്യം ചെയ്യലിന് ശേഷമായിരിക്കും പുറത്തു വരിക. ഏതായാലും നിലവിൽ SIT ഈ ബംഗളൂരുവിലും അതുപോലെ തന്നെ ചെന്നൈയിലും ഒക്കെ തന്നെ അന്വേഷണങ്ങളൊക്കെ തന്നെ നടത്തി നിർണായക വിവരങ്ങൾ ശേഖരിച്ചിട്ടുണ്ട് എന്നുള്ള വിവരങ്ങളാണ്. ഈ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കും ഈ ദേവസ്വം ബോർഡ് അംഗങ്ങളെ ആയാലും അതുപോലെ തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ആയാലും ചോദ്യം ചെയ്യലിനും കസ്റ്റഡിയിൽ വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലേക്ക് കടക്കുന്നത്. ഈ ബംഗളൂരുവിൽ നിന്നൊക്കെ തന്നെ പല നിർണായകമായ വിഷയങ്ങൾ SIT ശേഖരിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. അതുപോലെ തന്നെ നിലവിൽ EDയും അവരുടെ ഭാഗത്തു നിന്നുള്ള അന്വേഷണങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. അന്വേഷണങ്ങളൊക്കെ തന്നെ നിലവിൽ പുരോഗമിക്കുകയാണ്. ഈ ദേവസ്വം വിജിലൻസിന്റെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ SIT ശേഖരിച്ച വിഷയങ്ങളൊക്കെ തന്നെ വിശദമായി പഠിച്ചതിന് ശേഷമായിരിക്കും ED മറ്റു നടപടിക്രമങ്ങളിലേക്കൊക്കെ തന്നെ കടക്കുക. ഈ കളവുപോയ സ്വർണം കണ്ടെത്തുക, അതുപോലെ തന്നെ ഈ ദ്വാരപാലക ശില്പങ്ങൾ വ്യാജമായി നിർമ്മിച്ചത് എവിടെ എന്നത് കണ്ടെത്തുക തുടങ്ങിയതാണ് ഏറ്റവും ആദ്യം ചെയ്യുക, ഏറ്റവും പ്രാഥമികമായി ചെയ്യുക. ആ വിഷയങ്ങളായിരിക്കും. അതിനുശേഷമായിരിക്കും മറ്റ് വിഷയങ്ങളിലേക്കൊക്കെ തന്നെ കടക്കുക. മാത്രമല്ല EDയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദൌത്യം എന്ന് പറയുന്നത് ഈ കള്ളപ്പണ ഇടപാട് നടന്നിട്ടുണ്ടോ, കള്ളപ്പണം വെളുപ്പിക്കലുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും നടന്നിട്ടുണ്ടോ എന്ന കാര്യങ്ങളൊക്കെ തന്നെ കണ്ടുപിടിക്കുകയാണ് EDയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രാഥമികമായിട്ടുള്ള ദൌത്യം. അതിനുശേഷമായിരിക്കും ഈ സ്വർണ്ണപ്പാളി വിവാദത്തിലെ മറ്റു വിഷയങ്ങളിലേക്ക് കടക്കുക. ഈ സ്വർണം മോഷ്ടിച്ചതുമായി ബന്ധപ്പെട്ട് ഈ സ്വർണം കവർച്ച നടത്തിയ സ്വർണം ആദ്യം വീണ്ടെടുക്കുകയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിനുശേഷമായിരിക്കും മറ്റു നടപടിക്രമങ്ങളിലേക്കൊക്കെ തന്നെ കടക്കുക. അതേസമയം സ്വർണ്ണപ്പാളി വിവാദത്തിൽ ഈ വിവാദം തുടങ്ങിയത് മുതൽ പ്രതിഷേധങ്ങൾക്ക് ഒട്ടും അയവില്ല. പ്രതിഷേധങ്ങളും തുടർന്നുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. ഏതായാലും ഇന്നും ഈ സ്വർണ്ണപ്പാളി വിവാദത്തിൽ പ്രതിഷേധം ശക്തമാകുമെന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത്. ഈ ദേവസ്വം പ്രസിഡന്റിന്റെ വീട്ടിലേക്കും അതുപോലെ തന്നെ ദേവസ്വം സെക്രട്ടറിയുടെ വീട്ടിലേക്കും ഈ യുവമോർച്ചയുടെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റിലും ഒക്കെ തന്നെ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം ഇന്ന് സംഘടിപ്പിക്കാൻ ഒരുങ്ങുകയാണ്. ഏതായാലും ഈ സ്വർണ്ണപ്പാളി വിവാദത്തിൽ ഇപ്പോൾ ഈ കസ്റ്റഡിയിൽ വാങ്ങുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ പുരോഗമിക്കുമ്പോൾ ഈ 2019 ദേവസ്വം ബോർഡ് ഉൾപ്പെടെ ഇപ്പോൾ പ്രതിസ്ഥാനത്ത് നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ അവരെയൊക്കെ വിശദമായ ഒരു ചോദ്യം ചെയ്യലിലേക്കും അവരുടെ ഭാഗത്തു നിന്നുള്ള വിശദീകരണമൊക്കെ വന്നതിന് ശേഷം മാത്രമേ ഇതിൽ ആരൊക്കെ പ്രതിപട്ടികയിൽ ഉൾപ്പെടുന്നു ഇല്ലയോ എന്നത് സംബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെ തന്നെ പുറത്തു വരികയുള്ളൂ. ഏതായാലും നിലവിൽ ഈ പ്രതിഷേധവും തുടരുകയാണ്. EDയുടെ ഭാഗത്തു നിന്നുള്ള അന്വേഷണങ്ങളും ഒക്കെ തന്നെ പുരോഗമിക്കുകയാണ്. സ്വപ്ന, ഉണ്ണികൃഷ്ണൻ പോറ്റി, MA പത്മകുമാർ ഉൾപ്പെടെയുള്ളവരെയും അടക്കം ഉടൻ തന്നെ ചോദ്യം ചെയ്യാനുള്ള നടപടികളിലേക്ക് പ്രത്യേക അന്വേഷണ സംഘം നീങ്ങുകയാണ്. അതേസമയം തന്നെ ശക്തമായ പ്രതിഷേധമാണ് ദേവസ്വം മന്ത്രിയുടെ രാജി, ദേവസ്വം ബോർഡ് അംഗങ്ങളെ പുറത്താക്കുക, ഒപ്പം ഈ കേസിൽ കേന്ദ്ര അന്വേഷണം ആവശ്യപ്പെട്ട പ്രതിപക്ഷ സംഘടനകളെല്ലാം വലിയ രീതിയിലുള്ള പ്രതിഷേധം സംസ്ഥാന വ്യാപകമായി കഴിഞ്ഞ ദിവസങ്ങളായി തുടർന്നു വരികയാണ്. ഇന്നും അതിൻ്റെ ഒരു ആവർത്തനം തന്നെയാകും ഉണ്ടായിരിക്കുക. ഇന്നിപ്പോൾ ശബരിമല ഇടത്താവളങ്ങളിൽ അവലോകന യോഗം ചേരുന്നുണ്ട്. വിവരങ്ങളുമായി കണ്ണൻ ദേവ് ചേരുകയാണ്. കണ്ണൻ, ഈ VN വാസവന്റെ അധ്യക്ഷതയിലാണ് യോഗം ചേരുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്താണ് അജണ്ട? ഇന്ന് മിക്ക ഇടത്താവളങ്ങളിലും എരുമേലി, നിലയ്ക്കൽ തുടങ്ങി മിക്ക ഇടത്താവളങ്ങളിലുമാണ് ഈ VN വാസവന്റെ നേതൃത്വത്തിൽ അധ്യക്ഷതയിൽ യോഗങ്ങൾ ചേരുന്നത്. ഇത് സംബന്ധിച്ച് മിക്കവാറും ശബരിമലയിൽ അടക്കം ഇത്തരത്തിൽ ഈ സ്വർണ്ണക്കൊള്ള നടന്നത് വലിയ രീതിയിൽ ചർച്ചയാവുന്നുണ്ട്. ഭക്തർക്കടക്കം വിവിധ സ്ഥലങ്ങളിൽ ഇത്തരത്തിൽ ഒരു സംഭവം ഉണ്ടായതിൽ വലിയ പ്രതിഷേധമുണ്ട്. മാത്രമല്ല, ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത് ദേവസ്വം ബോർഡിനെ സംബന്ധിച്ച് വലിയ രീതിയിൽ വലിയൊരു നാണക്കേടാണ്. മാത്രമല്ല, ഈ ദേവന് എന്തെങ്കിലും സമർപ്പിച്ചാൽ അതിൽ യാതൊരു ഉറപ്പുമില്ല അത് ദേവസ്വം ബോർഡുകളിൽ തന്നെ ഉണ്ടാകുമെന്ന്. അത്തരത്തിൽ ഉള്ള കാര്യങ്ങളെല്ലാം വലിയ പ്രശ്നങ്ങൾ നിലനിൽക്കുമ്പോഴാണ് ഇത്തരത്തിൽ VN വാസവൻ മന്ത്രിയുടെ അധ്യക്ഷതയിൽ തന്നെ യോഗം നടക്കുന്നത്. മാത്രമല്ല, ഇന്ന് ഇപ്പോൾ ശബരിമലയിൽ SIT അടക്കം അന്വേഷണത്തിനായി എത്തിയിട്ടുണ്ട്. ഇന്ന് കഴിഞ്ഞ 2 ദിവസമായി ജസ്റ്റിസ് ശങ്കരന്റെ നേതൃത്വത്തിൽ അവിടെ പരിശോധനകൾ നടക്കുകയാണ്. അത്തരത്തിൽ വലിയ സംഭവങ്ങൾ നടക്കുമ്പോഴാണ് ഇത്തരത്തിൽ വിവിധ ഇടത്താവളങ്ങളിൽ ഈ യോഗം നടക്കുന്നത്. മാത്രമല്ല, ഇനിയിപ്പോൾ ശബരിമല സീസൺ ആരംഭിക്കുകയാണ്. അതിന് മുന്നോടിയായുള്ള
ഒരുക്കങ്ങളൊക്കെ നടത്തേണ്ടതുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ദേവസ്വം പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ ശബരിമലയിലും സന്നിധാനത്തും പമ്പയിലും അടക്കം വിവിധ പുരോഗതി, അതായത് നിർമ്മാണ പുരോഗതികളൊക്കെ വിലയിരുത്തിയിരുന്നു. അത്തരത്തിൽ ഇടത്താവളങ്ങളിലെ കാര്യങ്ങളും നോക്കേണ്ടതുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും മിക്കവാറും ഈ യോഗങ്ങൾ ചർച്ചയാവുക. ഇന്നിനി ഈ ശബരിമലയിലും നടക്കുന്ന അമിക്കസ് ക്യൂറിയുടെ പരിശോധനയൊക്കെ തുടരുകയാണ്. അത്തരത്തിൽ വിവിധ വിഷയങ്ങളും ഈ ശബരിമലയെ സംബന്ധിച്ച് നിലവിലുണ്ട്. ഇനിയിപ്പോൾ ഈ SIT ഉൾപ്പെടെ ശബരിമലയിൽ നിലവിൽ തുടരുന്ന സാഹചര്യത്തിൽ എന്താണ് അടുത്ത ഈ അവിടുത്തെ സ്റ്റോക്ക് മാസ്റ്ററും തമ്മിലുള്ള കാര്യങ്ങളൊക്കെ SITയും ചിലപ്പോൾ പരിശോധിച്ചേക്കും. മാത്രമല്ല ഇന്നും നാളെയുമായി ഈ പരിശോധനകൾ തുടരുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ട്. ഇന്നലെ കണ്ണനാണ് വിവരങ്ങളുമായി ചേർന്നത്. VN വാസവന്റെ അധ്യക്ഷതയിൽ വിവിധ ശബരിമല ഇടത്താവളങ്ങളിൽ അവലോകന യോഗം ചേരും. നമുക്കറിയാം മണ്ഡല മകരവിളക്ക്, ഈ ഇത്രയും വിവാദങ്ങളൊക്കെ നടക്കുന്നതിനിടയിൽ കൂടിയും മണ്ഡല മകരവിളക്ക് കാലം വരികയാണ്. ഈ പറഞ്ഞതുപോലെ ഈ സ്വർണ്ണക്കൊള്ളയടക്കമുള്ള കാര്യങ്ങളിൽ വലിയ രീതിയിൽ അവരുടെ വിശ്വാസ്യതയിൽ, ഭക്തരുടെ വിശ്വാസ്യതയിലടക്കം ഒരു കോട്ടം തട്ടിയിരിക്കുന്ന സാഹചര്യങ്ങളിൽ കൂടിയാണ് ഇപ്പോൾ അതിനെ ഗൗരവമായി എടുത്തുകൊണ്ട് VN വാസവന്റെ അധ്യക്ഷതയിൽ ഇടത്താവളങ്ങളിൽ യോഗമടക്കം ചേരുന്നത്. ഭക്തർ അങ്ങേയറ്റം ഭക്തിപൂർവ്വം സമർപ്പിക്കുന്ന തങ്ങളുടെ സമർപ്പണങ്ങൾ, തങ്ങളുടെ നേർച്ചകളൊക്കെ ഇത്തരത്തിൽ കള്ളന്മാരുടെ കയ്യിലേക്കൊക്കെ പോകുന്നു എന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ വിശ്വാസ്യതയിലുള്ള ആ ഇടിവടക്കമുള്ള കാര്യങ്ങളിൽ വലിയ ആശങ്കയാണ് ഒരുപക്ഷെ ഉണ്ടായിരിക്കുന്നത്. അതെല്ലാം തന്നെ ആ ആശങ്കകളെല്ലാം പരിഹരിച്ച് നല്ലൊരു മണ്ഡല മകരവിളക്ക് കാലം മുന്നോട്ട് കൊണ്ടുവരുന്നതിനുള്ള ഒരുക്കങ്ങളാണ് പ്രധാനമായും ചർച്ച ചെയ്യുക. സ്വർണ്ണക്കവർച്ചയുമായി ബന്ധപ്പെട്ട് ശബരിമല സന്നിധാനത്ത് അമിക്കസ് ക്യൂറിയുടെ പരിശോധന ഇന്നും തുടരും. കഴിഞ്ഞ ദിവസങ്ങളിലെ കണക്കെടുപ്പിൽ സ്ട്രോങ് റൂമിലെ സ്റ്റോക്കും അത് സംബന്ധിച്ച രേഖകളിലും വലിയ വൈരുദ്ധ്യങ്ങൾ കണ്ടെത്തിയതായാണ് ഇന്നും പരിശോധന തുടരേണ്ട ഒരു സാഹചര്യം ഉണ്ടാക്കിയത്. സന്നിധാനത്ത് പരിശോധന പൂർത്തിയാക്കിയ ശേഷം മാത്രമേ ദേവസ്വത്തിന്റെ പ്രധാന സ്ട്രോങ് റൂമായ ആറന്മുളയിൽ പരിശോധന നടത്തുകയുള്ളൂ. അതേസമയം സ്വർണ്ണക്കവർച്ച കേസ് അന്വേഷിക്കാൻ നിയോഗിക്കപ്പെട്ട പ്രത്യേക അന്വേഷണ സംഘം ഇന്ന് സന്നിധാനത്ത് കൂടുതൽ രേഖകൾ പരിശോധിക്കുകയും തെളിവെടുപ്പ് നടത്തുകയും ചെയ്യും. വിവാദവുമായി ബന്ധപ്പെട്ട് ദേവസ്വം വിജിലൻസ് പിടിച്ചെടുത്ത രേഖകൾ ഇന്നലെ SITക്ക് കൈമാറിയിരുന്നു. ദീർഘനാളത്തെ കാത്തിരിപ്പിനൊടുവിൽ ശബരിമല റോപ്പ് വേ പദ്ധതിയുമായി ബന്ധപ്പെട്ട കേന്ദ്ര സംഘം സ്ഥല പരിശോധന നടത്തി. പദ്ധതിയുടെ അന്തിമാനുമതിയുമായി ബന്ധപ്പെട്ടാണ് കേന്ദ്ര സംഘം കഴിഞ്ഞ ദിവസങ്ങളിൽ പദ്ധതി പ്രദേശത്ത് പരിശോധന നടത്തിയത്. അനുമതി ലഭിച്ചാൽ മറ്റ് നടപടികൾ വേഗത്തിലാക്കാൻ കഴിയുമെന്നാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്രതീക്ഷ. ശബരിമല റോപ്പ് വേ പദ്ധതിയുടെ അന്തിമാനുമതിയുമായി ബന്ധപ്പെട്ടാണ് കേന്ദ്ര സംഘം സന്നിധാനം, മരക്കൂട്ടം, പമ്പ, ഹിൽ ടോപ്പ് എന്നീ സ്ഥലങ്ങളിൽ സ്ഥലപരിശോധന നടത്തിയത്. റോപ്പ് വേ പദ്ധതിയുടെ ടവറുകൾ സ്ഥാപിക്കുന്ന ഇടങ്ങളിലും കടന്നുപോകുന്ന വനമേഖലയിലും 2 ദിവസങ്ങളിലായി സംഘം വിശദമായ പരിശോധനയാണ് നടത്തിയത്. പദ്ധതിക്ക് ഉപയോഗിക്കുന്ന വനഭൂമി, ദേവസ്വം ഭൂമി, പദ്ധതിയുടെ ഭാഗമായി പൂർണ്ണമായും മുറിച്ചുമാറ്റുന്ന മരങ്ങൾ, ഭാഗികമായി വെട്ടിമാറ്റുന്ന മരങ്ങൾ ഇവയെല്ലാം സംഘം വിശദമായി പരിശോധിച്ചു. കേന്ദ്ര സംഘം നൽകുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പദ്ധതിക്ക് അന്തിമാനുമതി ലഭ്യമാകും. വൈൽഡ് ലൈഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ, കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം, ദേശീയ കടുവാ സംരക്ഷണ അതോറിറ്റി എന്നിവയിലെ പ്രതിനിധികളാണ് കേന്ദ്ര സംഘത്തിലുണ്ടായിരുന്നത്. കേരള വനം വകുപ്പ്, ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരും കേന്ദ്ര സംഘത്തോടൊപ്പം പരിശോധനകളിൽ പങ്കാളികളായി. അമൃത ന്യൂസ്, പത്തനംതിട്ട. ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ച ആ നിർഭാഗ്യകരമായ, ഇന്ന് പുലർച്ചെയുണ്ടായ നിർഭാഗ്യകരമായ ആ സംഭവത്തിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോവുകയാണ്. കൊല്ലം നെടുവത്തൂരിൽ കിണറ്റിൽ ചാടി യുവതിയെ രക്ഷിക്കുന്നതിനിടെ ഫയർഫോഴ്സ് അംഗം ഉൾപ്പെടെ 3 പേർ മരിച്ചു. കൊട്ടാരക്കര ഫയർ റെസ്ക്യൂ യൂണിറ്റ് അംഗമായ ആറ്റിങ്ങൽ സ്വദേശി സോണി എസ് കുമാർ, നെടുവത്തൂർ സ്വദേശിനി അർച്ചന, സുഹൃത്ത് ശിവകൃഷ്ണൻ എന്നിവരാണ് മരിച്ചത്. ഇന്ന് പുലർച്ചെയായിരുന്നു സംഭവം. രക്ഷാപ്രവർത്തനത്തിനിടെ കിണറിൻ്റെ കൈവരി ഇടിഞ്ഞു വീണ് അപകടമുണ്ടായി എന്നാണ് മനസ്സിലാക്കുന്നത്. 3 കുട്ടികളുടെ അമ്മയാണ് മരിച്ച അർച്ചന. ഏകദേശം 12:30 ആയിട്ടുണ്ട്. ഇവിടെ എത്തിയപ്പോൾ നമ്മള് സ്ത്രീ ജീവനോടെ കിണറ്റിലുള്ളിലുണ്ട്. അപ്പൊ നമ്മള് അവരെ ജീവനുള്ള ആളായതുകൊണ്ട് ഇത്രയും പെട്ടെന്ന് രക്ഷപ്പെടുത്തുക എന്നുള്ളതുകൊണ്ട് സോണി എന്ന് പറയുന്ന ജീവനക്കാരനെ നമ്മള് BSFന്റെ സഹായത്താല് സേഫ്റ്റി ഒക്കെ ധരിപ്പിച്ച് കിണറ്റിലിറക്കി. ഇറക്കിയിട്ട് നമ്മൾ എടുക്കാൻ നേരം വെട്ടക്കുറവുണ്ടായിരുന്നു. വെട്ടക്കുറവുള്ളതുകൊണ്ട് നമ്മുടെ ജീവനക്കാരും ഇവിടെ നല്ല ഇരുട്ടുള്ള സ്ഥലമല്ലേ, അപ്പോൾ നമുക്ക് വെട്ടമില്ലായിരുന്നു. വെട്ടമില്ലാത്തതുകൊണ്ട് നമുക്ക് ഈ ഇവരുടെ ആര് ബന്ധുവെന്നോ ഹസ്ബൻഡെന്നോ ഒക്കെ പറയുന്ന ഒരാളെ ലൈറ്റ് അടിച്ച് തരാനായിട്ട്
സഹായിക്കാനായിട്ട് വിളിച്ചു. ഈ പുള്ളി ഫെൻസിംഗ് അല്ലേ, കിണറിന്റെ ഫെൻസിങ്ങിലേക്ക് ചാരി നിൽക്കുകയും ഫെൻസിങ് അകത്തേക്ക് പോവുകയും ചെയ്തത്. നമ്മുടെ ജീവനക്കാരുടെ തലയിൽ വീണു, തല പൊട്ടി, തലച്ചോറ് പുറത്തു വന്നു. ഒരവസ്ഥയിലാണ് നമ്മൾ എടുക്കുന്നത്. കാര്യം ഈ ജീവനക്കാരൻ നമുക്ക് എന്താ പറയാ റോപ്പിലാണ് ഇറങ്ങിയിരിക്കുന്നത്. അപ്പോൾ റോപ്പ് ആയതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് പിടിച്ചെടുക്കാൻ പറ്റി. നമ്മള് കൊട്ടാരക്കര ഹോസ്പിറ്റലിലേക്ക് കൊണ്ടെത്തിച്ചു. ഹോസ്പിറ്റലിൽ എത്തിച്ച് നമ്മൾ ഡോക്ടറെ കണ്ടപ്പം ഏകദേശം ബ്രെയിൻ ഡെത്ത് സംഭവിച്ചിട്ടുള്ളതാണ് അറിയിച്ചത്. മറ്റു രണ്ടുപേരെയും പുറത്തെടുക്കുന്നതിൽ മറ്റു രണ്ടുപേരെ എടുക്കുന്നതിന് കാര്യപ്പെടുത്തേക്കും പിന്നെ നമ്മുടെ ജീവനക്കാരെല്ലാം ഈ ആളെ കൊണ്ട് കാഷ്വാലിറ്റി കൊണ്ട് നമ്മുടെ കാഷ്വാലിറ്റി കൊണ്ട് ഹോസ്പിറ്റലിൽ പോയി. പിന്നെ കുണ്ടറയും കൊല്ലവും സ്റ്റേഷൻ വന്നിട്ടാണ് ബാക്കിയുള്ളവരെ പുറത്തെടുത്തത്. 3 എല്ലാവരും മരണപ്പെട്ടു. ഈ എല്ലാ സുരക്ഷാ സംവിധാനങ്ങളും കൈവരിയുടെ ബലക്കുറവാണ് കാരണം. രക്ഷാപ്രവർത്തനത്തിൽ ഉണ്ടായിരുന്ന ഒരു ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ്റെ പ്രതികരണമാണ് നമ്മൾ കേട്ടത്. സുധീഷിലേക്ക് പോവുകയാണ്. സുധീഷ്, ഈ സൂചിപ്പിച്ചതുപോലെ തന്നെ അങ്ങേയറ്റം നിർഭാഗ്യകരമായ സംഭവം, രക്ഷപ്പെടുത്താൻ ശ്രമിച്ച ആൾ കൂടി മരണത്തിലേക്ക് ചെന്നെത്തുന്ന അവസ്ഥ. എന്ത് സംഭവിച്ചു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? തീർച്ചയായും നമ്മളിപ്പോൾ കേട്ട വാക്കുകൾ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ്റേതാണ്. അദ്ദേഹം പറഞ്ഞതനുസരിച്ച് ഫയർഫോഴ്സ് ഓഫീസർ ASO വേണുവിൻ്റെ വാക്കുകളാണ് ഇപ്പോൾ കേട്ടത്. അദ്ദേഹം പറഞ്ഞതും നമ്മൾ പ്രദേശത്തു നിന്നും മനസ്സിലാക്കിയതുമായ സംഭവങ്ങൾ പുലർച്ചെ 12 മണിയോടുകൂടിയാണ് ഈ അപകടം ഉണ്ടാകുന്നത്. 12 മണിക്ക് ഈ അർച്ചന എന്ന് പറയുന്ന യുവതി വീട്ടുമുറ്റത്തെ കിണറ്റിലേക്ക് കുടുംബ പ്രശ്നങ്ങളെ ചൊല്ലി ഉള്ള തർക്കങ്ങൾ കാരണമൊക്കെ മാനസിക സംഘർഷത്തിൽ കിണറ്റിലേക്ക് എടുത്തു ചാടുന്നു. തുടർന്ന് ഒപ്പമുണ്ടായിരുന്ന ആൺസുഹൃത്ത് അദ്ദേഹം പോലീസിനെ വിവരമറിയിച്ചു, ഫയർഫോഴ്സിനെ വിവരമറിയിച്ചു. അങ്ങനെയാണ് ഫയർഫോഴ്സ് സംഘം അവിടെ എത്തുന്നത്. ഫയർഫോഴ്സ് എത്തി രക്ഷാപ്രവർത്തനങ്ങൾക്കൊക്കെ നടത്തുന്ന ഒരു സാഹചര്യം കൂടിയായിരുന്നു. പ്രദേശത്ത് അല്പം വെട്ടക്കുറവും ഒക്കെയുള്ള ഒരു ഇരുട്ടുമൂടിയൊരു പ്രദേശം കൂടിയായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവർക്ക് ആദ്യം എത്തി ഈ സ്ത്രീ കിണറ്റിലുണ്ടായിരുന്ന ആ സ്ത്രീയെ രക്ഷപ്പെടുത്തുന്നതിനുള്ള ചില ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു, പ്രായോഗിക ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. അപ്പോഴും ആ സ്ത്രീയുടെ ശബ്ദം കിണറ്റിൽ നിന്ന് കേട്ടുകൊണ്ടിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത്തരത്തിൽ ഈ പെൺകുട്ടിയെ രക്ഷപ്പെടുത്താൻ ഒരു ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ ഈ കിണറ്റിലേക്ക് ഇറങ്ങുന്നു. അതിന് ഭാഗമായി കിണറ്റിലെ വെട്ടക്കുറവ് കാരണം ഒപ്പമുണ്ടായിരുന്ന ആൺസുഹൃത്ത് അദ്ദേഹം കിണറ്റിലേക്ക് ടോർച്ചിന്റെ പ്രകാശം തെളിക്കുന്നു. ഈ ഒരു സമയത്താണ് മഴയൊക്കെ പെയ്ത് ഒരു അന്തരീക്ഷമൊക്കെ തണുത്ത് നിന്ന ഒരു സമയം കൂടിയായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ കിണറ്റിന്റെ കൈവരികളൊക്കെ തന്നെ ഒരു അപകടാവസ്ഥയിലായിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ കിണറ്റിന്റെ കൈവരിക്ക് സമീപം ഉണ്ടായിരുന്ന ഈ സുഹൃത്ത് കിണറിന്റെ കൈവരികൾ തകർന്നുകൊണ്ട് കിണറ്റിനുള്ളിലേക്ക് വീഴുന്ന ഒരു സാഹചര്യം. അത്തരത്തിൽ കിണറ്റിനുള്ളിലേക്ക് വീഴുന്ന സമയത്ത് ഈ കിണറിന്റെ കൈവരികളും മറ്റുമൊക്കെ ചെന്ന് പതിച്ചത് കിണറ്റിനുള്ളിലുണ്ടായിരുന്ന രക്ഷാപ്രവർത്തനത്തിനായി കിണറ്റിലേക്ക് ഇറങ്ങിയിരുന്ന ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥന്റെയും കിണറ്റിലേക്ക് ചാടിയ ആ സ്ത്രീയുടെ ദേഹത്തേക്കുമായിരുന്നു. അങ്ങനെയാണ് ഈ 3 അപകടങ്ങളും 3 പേരുടെ മരണത്തിനിടയാക്കിയ അപകടം ഉണ്ടാകുന്നത്. തുടർന്ന് മറ്റ് കൊട്ടാരക്കരയിൽ നിന്നും കൂടുതൽ ഫയർഫോഴ്സ് യൂണിറ്റ് ഒക്കെ എത്തി സംഭവ സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുകയായിരുന്നു. അങ്ങനെ രക്ഷാപ്രവർത്തനങ്ങൾ പൂർത്തിയാക്കിയതിനു ശേഷമാണ് ഈ 3 മൃതദേഹങ്ങളും പുറത്തെടുക്കുന്നത്. ഇപ്പോൾ ഈ മൃതശരീരങ്ങൾ കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. ഏതായാലും നാടിന് നടുക്കിയ ഒരു ദാരുണ സംഭവം എന്ന് തന്നെ വേണം പറയാൻ. കാരണം രക്ഷാപ്രവർത്തനത്തിനിടെ ഒരു ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥന് ജീവൻ നഷ്ടമാകുന്നു. ഒപ്പം മറ്റു 2 പേരുടെയും കൂടി ജീവനാണ് നഷ്ടമായിരിക്കുന്നത്. ഏതായാലും പ്രദേശത്ത് ഒരു ദുഃഖസാന്ദ്രമായ ഒരു അവസ്ഥയാണ് ഉള്ളത്. ഈ മൃതദേഹം കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. സ്വപ്ന. കൊല്ലം നെടുവത്തൂരിലാണ് നിർഭാഗ്യകരമായ സംഭവം ഉണ്ടായത്. 3 പേരാണ് ഒരു കിണറ്റിൽ ചാടിയ യുവതിയെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ച 2 പേർ കൂടി ആണ് കിണറ്റിലേക്ക് വീണത്. കിണറിൻ്റെ കൈവരി ഇടിഞ്ഞ് വീഴുന്ന ഒരു സാഹചര്യമായിരുന്നു. ഇന്ന് പുലർച്ചെയാണ് ഏതാണ്ട് ഈ അപകടം സംഭവിച്ചത്. തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ ഇന്ന് നമ്മളെല്ലാവരും അങ്ങേയറ്റം, ഒരുപക്ഷെ ലോകം അങ്ങേയറ്റം ഏറെ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്ന ആ വാർത്തയിലേക്ക്, ആ റിപ്പോർട്ടിലേക്കാണ്. ഗാസ സമാധാന ഉച്ചകോടി ഇന്ന് ഈജിപ്തിലെ ഷാം അൽ ഷേഖിൽ നടക്കും. ഹമാസും ഇസ്രയേലും ബന്ദികളെ വിട്ടയക്കും. ഉടമ്പടി ഒപ്പിടുന്നതിൽ സാക്ഷികളാകാൻ ട്രംപ് ഉൾപ്പെടെയുള്ള ലോക നേതാക്കൾ ഈജിപ്തിലേക്ക് എത്തും. അതേസമയം ഇസ്രയേൽ ഹമാസ് യുദ്ധം അവസാനിച്ചുവെന്ന് ഇസ്രയേലിലേക്ക് പുറപ്പെടും മുൻപ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രതികരിച്ചു. So this is going to be a very special time, and I guess if you read your own papers and your own networks, everybody's very excited about this moment in time. So I'll see you on the plane. I think you're traveling with us, but this is a very special event. There are 500,000 people yesterday and today in Israel, and also the Muslim and Arab countries are all cheering. Everybody's cheering at one time. That's never happened before.
Usually if you have one cheering, the other isn't. The other is the opposite. This is the first time everybody is amazed and they're thrilled, and it's an honor to be. ഐശ്വര്യ ചേരുകയാണ് ന്യൂസ് ഡെസ്കിൽ നിന്നും വിശദാംശങ്ങളുമായി. ഐശ്വര്യ, ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ ട്രംപ് പറഞ്ഞു യുദ്ധം അവസാനിച്ചു. ഇവിടെ ഇപ്പോൾ ഒരു കാര്യം എടുത്തു പറയുന്നത് ട്രംപ് പറഞ്ഞു എന്നതിനേക്കാൾ ആ യുദ്ധം അവസാനിച്ചു എന്ന വാക്കിന് ഞാൻ സ്ട്രെസ് കൊടുക്കുകയാണ്. അങ്ങേറ്റം ആശ്വാസകരമായ കാര്യം. പശ്ചിമേഷ്യയിൽ ഒരുപക്ഷെ ഈ അടുത്ത കാലത്തെങ്കിലും സമാധാനം ഉണ്ടാകുമോ എന്ന ആശങ്ക തന്നെ നിലനിന്ന സാഹചര്യത്തിലാണ് അത് ഒരു സമാധാന ഉടമ്പടിയിലേക്ക് എത്തുന്നു, അതിൽ ഒപ്പുവെക്കുന്നു. ലോകരാഷ്ട്രങ്ങൾ 20 വൻശക്തി രാഷ്ട്രങ്ങൾ അടക്കമാണ് ഈ ഒരു ശുഭമുഹൂർത്തത്തിന് സാക്ഷ്യം വഹിക്കാനായി എത്തുന്നത്. ലോകം ആകാംക്ഷയോടുകൂടി ഉറ്റുനോക്കുന്നു. ശരിയാണ് സ്വപ്ന. അന്താരാഷ്ട്ര തലത്തിൽ നോക്കുകയാണെങ്കിൽ സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും വാർത്തകളാണ് പുറത്തു വരുന്നത്. ഈ ട്രംപിൻ്റെ വാക്കുകൾ നമ്മളിപ്പോൾ കേട്ടതാണ്. എന്ത് സന്തോഷവാനാണ് ട്രംപ് എന്ന് നോക്കൂ. കാരണം ഇസ്രായേലിലേക്ക് പുറപ്പെടുന്നതിന് മുൻപാണ് ട്രംപ് മാധ്യമങ്ങളോട് ഇക്കാര്യം പറഞ്ഞത്. കാരണം എല്ലാവരും കാത്തിരുന്ന, അതായത് ഗാസ സമാധാനത്തിൻ്റെ വഴിയെ സഞ്ചരിക്കുകയാണ്. ട്രംപ് ഈ ഒരു ഈജിപ്തിലേക്ക് പോകുന്നതിന് മുൻപ് ആദ്യം പോകുന്നത് ഇസ്രായേലിലേക്കാണ്. അവിടെ ട്രംപിന് വേണ്ടി ഇസ്രായേലിലെ ടെൽ അവീവിൽ വൻ സ്വീകരണമാണ് ഒരുക്കിയിരിക്കുന്നത്. ചുവന്ന പരവതാനിയൊക്കെ വിരിച്ച് ട്രംപിന് വളരെ പൂർവമായ ഒരു സ്വീകരണമാണ് ടെൽ അവീവിൽ ഒരുക്കിയിരിക്കുന്നത്. ട്രംപ് ഇസ്രായേലിൽ എത്തിയ ശേഷം നടക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹുവുമായി കൂടിക്കാഴ്ച നടത്തും. അതിനുശേഷം ഇസ്രായേൽ പാർലമെന്റിനെ അദ്ദേഹം അഭിസംബോധന ചെയ്യും. ഈ ഒരു അഭിസംബോധനയ്ക്ക് ശേഷം അദ്ദേഹം ഈ ബന്ദികളെ, ഇസ്രായേലിൻ്റെ ബന്ദികളെ ഹമാസ് പിടിച്ചു വെച്ചിട്ടുണ്ട്, ആ ബന്ദികളുടെ കുടുംബാംഗങ്ങളുമായി ട്രംപ് സംസാരിക്കും. അതിനുശേഷം 4 മണിക്കൂറാണ് ട്രംപ് ഇസ്രായേലിൽ ചെലവഴിക്കുക. അതിനുശേഷമാണ് ട്രംപ് ഈജിപ്തിലേക്ക് പോവുക. ഏകദേശം ഇന്ത്യൻ സമയം 11 മണിയോട് കൂടി ട്രംപ് ഇസ്രായേലിൽ എത്തിച്ചേരുമെന്നാണ് മനസ്സിലാക്കുന്നത്. അതിനുശേഷം 3 മണിയോടുകൂടി ട്രംപ് ഈജിപ്തിലേക്ക് പുറപ്പെടും. ഈ ഒരു സമാധാന ഉടമ്പടിയിൽ സാക്ഷികളാകാൻ ലോകത്തിൻ്റെ 20 ലോക നേതാക്കളാണ് പങ്കെടുക്കാനായി ട്രംപ് ക്ഷണിച്ചിട്ടുള്ളത്. ഈ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഈജിപ്ത് പ്രസിഡന്റുമാണ് ഈ ഒരു സമാധാന ഉച്ചകോടിക്ക് അധ്യക്ഷത വഹിക്കുക. ഇതിൽ ഒട്ടേറെ കാര്യങ്ങൾ, ഇനി എന്താകും ഗാസയുടെ ഒരു മുന്നോട്ട് പോക്ക് എങ്ങനെയായിരിക്കും, കൂടാതെ ഇസ്രായേലിൻ്റെ പൂർണ്ണമായും ഇസ്രായേൽ സൈന്യത്തെ പിന്മാറുമോ, അത്തരം കാര്യങ്ങളൊക്കെയും തീരുമാനമാകുന്നത് ഈ ഒരു സമാധാന ഉച്ചകോടി നടക്കുന്ന ഒരു സമയത്തായിരിക്കും. മറ്റൊരു കാര്യം എടുത്തു പറയേണ്ടത്, ഈ വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വന്നതിന് ശേഷം ഇന്ന് ഉച്ചവരെയാണ് ഹമാസിന് സമയമുണ്ടായിരുന്നത്. ഉച്ചയ്ക്ക് മുൻപ് തന്നെ, ഈ ഒരു ഉച്ചകോടിക്ക് മുൻപ് തന്നെ ഈ ബന്ദികളൊക്കെ വിട്ടയക്കുമെന്നാണ് ഹമാസ് പറയുന്നത്. ഏകദേശം 48ഓളം ബന്ദികളാണ് ഹമാസിന്റെ പക്കലുള്ളത്. ഇസ്രായേലിലെ 48 ബന്ദികളാണുള്ളത്. അതിൽ 20 പേർ മാത്രമാണ് ഇപ്പോൾ ജീവനോടെ ഉണ്ട് എന്ന് മനസ്സിലാകുന്നത്. ആ ഒരു 20 പേരെയും ഇന്ന് വിട്ടയക്കും. ഇന്ന് ഉച്ചയ്ക്ക് മുൻപ് തന്നെ, ഈ ഒരു ഉച്ചകോടിക്ക് മുൻപ് തന്നെ വിട്ടയക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഈ 20 പേർ ആരൊക്കെയെന്ന് ആർക്കും അറിയില്ല, അത് ഇസ്രായേലിനും അറിയില്ല. പക്ഷേ ഈ ബന്ദികളുടെ കുടുംബാംഗങ്ങളെല്ലാം വളരെ പ്രതീക്ഷയിലാണ്. തങ്ങളുടെ ഉറ്റവർ ആ കൂട്ടത്തിൽ ഉണ്ടാകും, അവർ ജീവനോടെ വരുമെന്നാണ് ഈ ഒരു കുടുംബാംഗങ്ങളും പ്രതീക്ഷിക്കുന്നത്. അതേസമയം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും ഈ ഒരു ഉച്ചകോടിക്കായി ക്ഷണിച്ചിട്ടുണ്ട്. പക്ഷേ അദ്ദേഹത്തിന് പകരം വിദേശകാര്യമന്ത്രി, കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രിയാണ് ഈ ഒരു ഉച്ചകോടിയിൽ പങ്കെടുക്കാനായി ഈജിപ്തിലേക്ക് പുറപ്പെട്ടിട്ടുള്ളത്. മറ്റൊരു കാര്യം എടുത്തു പറയേണ്ടത്, പശ്ചിമേഷ്യ സമാധാനത്തിലേക്ക് നീങ്ങുകയാണ്. നാം ഏവരും കാത്തിരുന്നൊരു വാർത്തയാണ് ഈ ഒരു സമയത്ത് പുറത്ത് വരുന്നത്. അത് ട്രംപിൻ്റെ 20 ദിന നിർദ്ദേശങ്ങളാണ് ഇപ്പോൾ അംഗീകരിച്ചിരിക്കുന്നത്. ഇതിൽ ഇനി എന്തൊക്കെ കാര്യങ്ങളാകും ഇനി മുന്നോട്ട് തീരുമാനിക്കുക എന്ന് കാത്തിരുന്ന് കാണേണ്ടത് തന്നെയാണ്. സ്വപ്ന, തീർച്ചയായും ഐശ്വര്യ സൂചിപ്പിച്ചതുപോലെ 20 നിർദ്ദേശങ്ങളിലാണ് ഇപ്പോൾ ഒപ്പുവെക്കാൻ പോകുന്നത്. പക്ഷേ അതിൻ്റെ ആദ്യഘട്ടം മാത്രമാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. ബന്ദികളെ വിട്ടയക്കുന്നു, പകരമായി പലസ്തീൻ തടവുകാരെയും വിട്ടയക്കുന്നു. പക്ഷേ തുടർന്നുള്ള കാര്യങ്ങളിൽ ഇനിയും ചർച്ചകൾ നടക്കാനിരിക്കുന്നതേ ഉള്ളൂ. പൂർണ്ണമായ സോവറിനിറ്റി ഇസ്രയേൽ അവകാശപ്പെടുകയാണ്. തങ്ങളെ ആക്രമിക്കാൻ പാടില്ല. സുദീർഘമായ കരാറാണ് ഹമാസ് ആവശ്യപ്പെടുന്നതും. ഈ കാര്യങ്ങളിൽ പൂർണ്ണമായ പൂർണ്ണമായ നിരായുധീകരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഇനി എന്തൊക്കെ ചർച്ചകൾ നടക്കാനിരിക്കും, ഇരു കൂട്ടരും ഇസ്രയേലും ഹമാസും ഇതിന് ഒത്തുതീർപ്പിലെത്തുമോ എന്നടക്കമുള്ള കാര്യങ്ങൾ ഇനിയും ചർച്ചകൾ നടക്കാനിരിക്കുന്നതേ ഉള്ളൂ. എന്തായാലും വരുന്ന വഴിക്ക് കാണാം. ഐശ്വര്യയാണ് വിവരങ്ങൾ നൽകിയത്. ബീഹാർ തെരഞ്ഞെടുപ്പ് വിശേഷങ്ങളിലേക്കാണ്. തെരഞ്ഞെടുപ്പ് ആവേശത്തിൽ തന്നെയാണ് ബീഹാർ ഒട്ടാകെ. BJP സ്ഥാനാർത്ഥികളെ ഇന്നിപ്പോൾ പ്രഖ്യാപിക്കും. NDAയുടെ സ്ഥാനാർത്ഥി നിർണ്ണയമെല്ലാം ഏതാണ്ട് പൂർത്തിയായി കഴിഞ്ഞു. പക്ഷേ മഹാഗഡ്ബന്ധൻ, മഹാസഖ്യത്തിൻ്റെ സീറ്റ് വിഭജനത്തിന് ചില കടമകൾ കൂടി ബാക്കിയുണ്ട്. എന്തായാലും RJD നേതാക്കൾ ഡൽഹിയിൽ എത്തി എന്ന റിപ്പോർട്ട് പുറത്തു വരുന്നുണ്ട്. രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള നേതാക്കളുമായി ചർച്ച നടക്കും. വിവരങ്ങളുമായി KK പ്രശാന്ത് ചേരുകയാണ്. പ്രശാന്ത്, ആദ്യഘട്ടത്തിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ ഇനി 5 ദിവസം കൂടി മാത്രമാണ്. അത് കഴിഞ്ഞാൽ ഈ പറഞ്ഞതുപോലെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ ഇതിലേക്ക് കടക്കേണ്ടതുണ്ട്. വളരെ ചുരുങ്ങിയ ദിവസങ്ങൾ മാത്രമാണുള്ളത്. NDA സഖ്യം സീറ്റ് വിഭജനം പൂർത്തിയായി കഴിഞ്ഞു. എന്താണ് മഹാഗഡ്ബന്ധനിലുള്ള കടമ്പ?
സ്വപ്ന, ഗുഡ് മോർണിംഗ്. ഒന്നാം ഘട്ടത്തിന്റെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി 17-ാം തീയതിയാണ്. അതായത് ഇനി 5 ദിവസം മാത്രമാണ് ബാക്കി. വളരെ വേഗത്തിൽ ഈ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയെങ്കിൽ മാത്രമാണ് അടുത്ത ഘട്ടത്തിലേക്ക് പാർട്ടികൾക്ക് കടക്കാൻ കഴിയുള്ളൂ. ഏതായാലും എൻഡിഎയുടെ ഭാഗത്ത് നിന്ന് കൃത്യമായ നീക്കങ്ങൾ ഉണ്ടായിരിക്കുന്നു. അവർ സീറ്റ് വിഭജനം പൂർണ്ണമായി പൂർത്തിയാക്കിയിരിക്കുന്നു. ഇന്നിപ്പോൾ ബിജെപിയുടെ സ്ഥാനാർത്ഥി പട്ടിക ഇന്നിറങ്ങും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്നലെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റി യോഗം ചേർന്ന് സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് കൃത്യമായ പരിശോധന നടത്തി അതിന് അംഗീകാരം നൽകിയിട്ടുണ്ട്. ആ പട്ടിക ഇന്ന് വൈകാതെ തന്നെ പുറത്തുവരും. അതേസമയം തന്നെ മഹാസഖ്യവുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും ആശയക്കുഴപ്പങ്ങളും ആശങ്കകളും നിലനിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ച് കോൺഗ്രസും RJDയും തമ്മിലുള്ള സീറ്റ് വിഭജനം പൂർത്തിയായിട്ടില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെയാണ് തേജസ്വി യാദവും ലാലു പ്രസാദ് യാദവും ഒക്കെ തന്നെ ഇന്ന് രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തുന്നത്. കൃഷ്ണ അല്ലാവരുമാണ് ബീഹാറിലെ AICCയുടെ ചാർജുകാരൻ. അദ്ദേഹം നേരിട്ട് RJDയുമായി കൂടിക്കാഴ്ചകൾ നടത്തിയിട്ടുണ്ട്. അവിടുത്തെ സാഹചര്യങ്ങൾ AICC നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയായിരിക്കും ഇന്ന് ചർച്ചകൾ നടക്കുന്നത്. ഈ ചർച്ച ഇന്ന് പൂർത്തിയാക്കി ഇന്നോ നാളെയോടുകൂടി തന്നെ സീറ്റ് വിഭജനം സംബന്ധിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ കൈമാറാനാണ് ഇപ്പോൾ AICC തീരുമാനിച്ചിട്ടുള്ളത്. അതേസമയം ഇടത് പാർട്ടികളെ മറ്റു പാർട്ടികളെയും ഒക്കെ തന്നെ ജാർഖണ്ഡ് മുക്തി മോർച്ചയൊക്കെ തന്നെ അനുനയിപ്പിക്കാനുള്ള നീക്കങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് ശ്രദ്ധേയമായ കാര്യം. കൂടുതൽ സീറ്റ് വേണമെന്നൊരു ആവശ്യം ഇവർ മുന്നോട്ട് വെക്കുന്നുണ്ട്. അതുകൊണ്ട് അവരെ അനുനയിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്. മാത്രമല്ല വിവിധ പാർട്ടികളിൽ നിന്ന് ഇപ്പോൾ തന്നെ RJDയിലേക്കും മറ്റും കൂടുതൽ ആളുകൾ എത്തുന്നുണ്ട്. അത് JDUയിലേക്കും പോകുന്നുണ്ട്. അപ്പുറവും ഇപ്പുറവും പോകുന്ന ഒരു സാഹചര്യമുണ്ട്. പക്ഷേ RJDയെ സംബന്ധിച്ച് JDU MLA മുൻ MLAമാരും MP-മാരൊക്കെ വരുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. ഒരുപക്ഷെ അത്തരം വരുന്ന ആളുകൾക്ക് സീറ്റ് കൊടുക്കേണ്ട സാഹചര്യം ഉണ്ടാകും. അതുകൊണ്ട് തന്നെ അക്കാര്യങ്ങളെല്ലാം തന്നെ പരിശോധിച്ചായിരിക്കും ഒരു നിർണായക തീരുമാനത്തിലേക്ക് എന്നാണ് നമ്മൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും 60 സീറ്റ് എന്നുള്ളതാണ് കോൺഗ്രസ് ഉറച്ചു നിൽക്കുന്നത്. പക്ഷേ 55 സീറ്റിലധികം നൽകാൻ കഴിയില്ല എന്നുള്ളത് RJD വ്യക്തമാക്കിയിട്ടുണ്ട്. പക്ഷേ ഈ വിട്ടുവീഴ്ചയ്ക്ക് കോൺഗ്രസ് അല്ലെങ്കിൽ ഈ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്ക് കോൺഗ്രസ് തയ്യാറാകും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. കാരണം ഇനി തർക്കങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ പ്രചരണത്തിനടക്കം സമയം ലഭിക്കാത്ത സാഹചര്യം ഉണ്ടാകും. മാത്രമല്ല തർക്കം നീളും തോറും കൂടുതൽ ആളുകൾ മറ്റു പാർട്ടികളിലേക്ക് പോകാനുള്ള സാഹചര്യങ്ങൾ നിലനിൽക്കുന്നു. ഇന്നിപ്പോൾ ചില നേതാക്കൾ ബീഹാറിൽ നിന്ന് കോൺഗ്രസിൽ ചേരുന്നു എന്ന വിവരം കൂടി പുറത്തേക്ക് വരുന്നുണ്ട്. 11 കൂടിയാണ് അവർ കോൺഗ്രസിലേക്ക് എത്തുന്നത്. ഇതിൽ ആരൊക്കെ എന്നുള്ള സംബന്ധിച്ച് വ്യക്തത വരേണ്ടതുണ്ട്. ഏതായാലും നിർണായക നീക്കങ്ങൾ കോൺഗ്രസിന്റെ ദേശീയ ആസ്ഥാനം കേന്ദ്രീകരിച്ച് നടക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ചെറിയ പാർട്ടികളെ അനുനയിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് ഇപ്പോൾ കോൺഗ്രസും RJDയും തീരുമാനിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട ഭീഷണി നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഒവൈസിയുടെ പാർട്ടിയും അതുപോലെ തന്നെ പ്രശാന്ത് കിഷോറിന്റെ പാർട്ടിയും ഒക്കെ തന്നെയാണ്. ആ മേഖലകളിൽ അവിടെ സ്വാധീനമുള്ള ആളുകളെ ഇറക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അക്കാര്യങ്ങൾ കൂടി പരിശോധിക്കുന്നത് കൊണ്ട് കൂടിയാണ് ഈ സീറ്റ് വിഭജനം അടക്കമുള്ള കാര്യങ്ങളുള്ളത്. ഏതായാലും കോൺഗ്രസിന് ഇക്കാര്യത്തിൽ ചില നിർദ്ദേശങ്ങൾ ഉണ്ട് എന്നുള്ളത് AICC നേതൃത്വം വ്യക്തമാക്കുന്നത്. തങ്ങളുടെ സ്വാധീനം അനുസരിച്ച് ഓരോ സ്ഥലത്തെ സാഹചര്യം അനുസരിച്ച് സീറ്റുകൾ വേണമെന്നുള്ളതാണ് പ്രധാനപ്പെട്ട നേതാക്കൾ തന്നെ RJDക്ക് മുന്നിൽ വെച്ചിരിക്കുന്ന നിർദ്ദേശം. സ്വപ്ന, പ്രശാന്താണ് വിവരങ്ങളുമായി ചേർന്ന്. BJP സ്ഥാനാർത്ഥികളെ ഇന്നിപ്പോൾ പ്രഖ്യാപിക്കും. ഇനി 5 ദിവസം മാത്രമാണ് ബാക്കി നിൽക്കുന്നത്. ഒന്നാം ഘട്ട നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ കോൺഗ്രസിന്റെ മഹാഗഡ്ബന്ധിന്റെ ചർച്ചകളെല്ലാം ഡൽഹിയിൽ നടക്കുകയാണ്. സംസ്ഥാനത്തേക്ക് എത്തുമ്പോൾ ഷാഫി പറമ്പിൽ MP-യെ പോലീസ് മർദ്ദിച്ച സംഭവത്തിൽ പ്രതിഷേധം തുടരാനൊരുങ്ങി കോൺഗ്രസ്. പ്രതിപക്ഷ നേതാവ് ഇന്ന് ഷാഫിയെ സന്ദർശിക്കും. വിവരങ്ങളുമായി വിനീഷ് കുമാർ ചേരുകയാണ്. വിനീഷ്, കഴിഞ്ഞ ദിവസം SP-യുടെ ഒരു കുറ്റസമ്മതം തന്നെ അതുപോലെ തന്നെ കാണേണ്ടിയിരിക്കുന്നു. പോലീസിലെ ചിലരുടെ നടപടികളാണ് ഇത്തരത്തിലൊരു സംഘർഷത്തിലേക്ക് അടക്കം കാര്യങ്ങൾ എത്തിച്ചത് എന്ന് കോൺഗ്രസ് ഇതോടുകൂടി കൂടുതൽ ശക്തമായ പ്രതിഷേധവുമായി എത്തിക്കഴിഞ്ഞു. പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വേണമെന്നാവശ്യപ്പെട്ട് ഇന്നിപ്പോൾ പ്രതിപക്ഷ നേതാവടക്കം ഷാഫി പറമ്പിലിനെ സന്ദർശിക്കുന്നുണ്ട്. എന്താണ് ഷാഫിയുടെ അവസ്ഥ? സ്വപ്ന, പ്രതിഷേധം വരും ദിവസങ്ങളും തുടരാൻ തന്നെയാണ് UDFന്റെയും കോൺഗ്രസിന്റെയും എല്ലാം തന്നെ തീരുമാനം. കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ പോലീസ് ആദ്യം പറഞ്ഞത് ലാത്തി വീശിയിട്ടില്ലെന്നായിരുന്നു. പിന്നീട് അതിന്റെ ദൃശ്യങ്ങൾ സഹിതം പുറത്തു വന്നപ്പോൾ പോലീസിൽ തന്നെ ഒരു വിഭാഗമാണ് പ്രശ്നമുണ്ടാക്കിയത് എന്നുള്ള രീതിയിലേക്ക് റൂറൽ SP KE ബൈജു നിലപാട് മാറ്റുന്നത് നമ്മൾ കണ്ടതാണ്. ഇതേ തുടർന്നാണ് ഇപ്പോൾ എന്തായാലും സമര പരിപാടികളുമായി മുന്നോട്ട് പോവുക, പരസ്യമായി തന്നെ പോലീസിനെതിരെ ഒരു നീക്കം നടത്തുക, അതുവഴി സർക്കാരിനെതിരെ തന്നെ അത് തിരിച്ചുവിടുക എന്നുള്ളൊരു ലക്ഷ്യം കൂടി UDFനുണ്ട്. അതിൻ്റെ ഒരു ഭാഗമായി തന്നെ ആണ് മുതിർന്ന നേതാക്കളെല്ലാം തന്നെ കോഴിക്കോട് എത്തുന്നത്. കഴിഞ്ഞ ദിവസം KC വേണുഗോപാൽ എത്തിയിരുന്നു. അദ്ദേഹം വളരെ കൃത്യമായി തന്നെ കോൺഗ്രസിന്റെ നിലപാട് അവിടെ പറയുകയുണ്ടായി. ഒപ്പം തന്നെ UDFന്റെ പ്രമുഖ നേതാക്കളും അടുത്ത ദിവസങ്ങളിൽ എത്തും എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. ഒപ്പം തന്നെ VD സതീശൻ ഇന്ന് വൈകിട്ട് 4:45 സ്വകാര്യ ആശുപത്രിയിലെത്തി ഷാഫി പറമ്പിൽ MP-യെ സന്ദർശിക്കും എന്ന് തന്നെയാണ് നമുക്ക് ലഭ്യമാവുന്നൊരു വിവരം. ഒപ്പം തന്നെ മറ്റുള്ള നേതാക്കളും എത്തും എന്ന് അറിയാൻ കഴിയുന്നുണ്ട്. ഏതായാലും ഷാഫിയുടെ ശസ്ത്രക്രിയ പൂർത്തിയായിരിക്കുന്നു. മൂക്കിന് ചെറിയ പൊട്ടൽ ഉണ്ട് എന്നുള്ളത് സ്ഥിരീകരിച്ചുകൊണ്ടുള്ള മെഡിക്കൽ ബുള്ളറ്റിൻ കഴിഞ്ഞ ദിവസം പുറത്തു വന്നതാണ്. ഇത് സംബന്ധിച്ച് അതിലേതെങ്കിലും രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടോ എന്നുള്ള കാര്യത്തിലുള്ള മെഡിക്കൽ ബുള്ളറ്റിൻ ഒരു ഉച്ചയോടുകൂടി 12 മണിയോടുകൂടി വരും എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്.
എന്തായാലും സർക്കാരിനെ കൂടുതൽ പ്രതിരോധത്തിലാക്കുക. ഈ സ്വർണ്ണപ്പാളി വിവാദത്തിന് പിന്നാലെ ഈ ഒരു വിഷയം കൂടി കൂടുതൽ ഉന്നയിച്ചുകൊണ്ട് സർക്കാരിനെ കൂടുതൽ പ്രതിരോധത്തിലാക്കുക എന്നുള്ളൊരു തന്ത്രം കൂടിയാണ് യഥാർത്ഥത്തിൽ കോൺഗ്രസ് ഇവിടെ ഉപയോഗിക്കുന്നത്. അതിൻ്റെ ഒരു തുടർച്ചയെന്നോണം വരും ദിവസങ്ങളിലും ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് UDF-ന്റെയും കോൺഗ്രസിൻ്റെയും തീരുമാനം. വിനീഷാണ് വിവരങ്ങളുമായി ചേർന്നത്. കരൂർ ദുരന്തത്തിൽ സ്വതന്ത്ര അന്വേഷണം ആവശ്യപ്പെട്ട വിജയുടെ തമിഴ് സിനിമാ സൂപ്പർ താരം വിജയുടെ TVK നൽകിയ ഹർജിയിൽ സുപ്രീം കോടതി ഇന്ന് വിധി പറയും. ജസ്റ്റിസുമാരായ JK മഹേശ്വരി, NV അൻചാര്യ എന്നിവരുടെ ബെഞ്ചാണ് വിധി പറയുക. അന്വേഷണ സംഘം രൂപീകരിച്ച് മദ്രാസ് ഹൈക്കോടതി ഉത്തരവ് റദ്ദാക്കണമെന്നും സുപ്രീം കോടതി മുൻ ജഡ്ജിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണം നടത്തണമെന്നും ആവശ്യപ്പെട്ടാണ് ഹർജി. ദുരന്തത്തിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജികളിലും സുപ്രീം കോടതി വിധി പറയും. കേസിൽ മദ്രാസ് ഹൈക്കോടതി SIT രൂപീകരിച്ച് ഉത്തരവിറക്കിയ രീതിയിൽ സുപ്രീം കോടതി വിമർശനം ഉന്നയിച്ചിരുന്നു. തെരുവുനായ ശല്യത്തിന് പരിഹാരം കാണാൻ ആധുനിക രീതിയിലുള്ള ABC സെന്ററുമായി ഇടുക്കി ജില്ലാ പഞ്ചായത്ത് 3,20,00,000 ചെലവ് വരുന്ന പദ്ധതിയാണ് ജില്ലാ പഞ്ചായത്ത് ഇടുക്കിയിൽ നടപ്പിലാക്കുന്നത്. ജില്ലാ പഞ്ചായത്ത് തന്നെ ഇതിനായി സ്ഥലം വിട്ടു നൽകുകയും പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും ചെയ്തു. ഇടുക്കി ജില്ലയിലും വന്യമൃഗയാക്രമണത്തിനൊപ്പം വലിയ വെല്ലുവിളി ഉയർത്തുന്നതാണ് തെരുവുനായ ശല്യം. മൂന്നാറിലടക്കം വിനോദസഞ്ചാരികൾക്കും വിദ്യാർത്ഥികൾക്കും തെരുവുനായയുടെ കടിയേറ്റ സംഭവമടക്കം അടുത്ത കാലത്ത് റിപ്പോർട്ട് ചെയ്തിരുന്നു. വിഷയത്തിന് ശാശ്വത പരിഹാരം കാണാൻ തെരുവുനായ്ക്കളെ വന്ധ്യീകരിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ആധുനിക രീതിയിലുള്ള ABC സെന്റർ ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ പണി കഴിപ്പിക്കുന്നത്. 3,20,00,000 രൂപയാണ് പദ്ധതിക്കായി ചിലവാക്കുക. ഇതിൽ 1.5 കോടിയുടെ ആദ്യഘട്ട പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞെന്ന് ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഉഷാകുമാരി മോഹൻകുമാർ പറഞ്ഞു. പഞ്ചായത്തുകളിൽ നിന്നെല്ലാം ഈ ഡോഗ്സിനെ അവിടെ എത്തിക്കാനായിട്ടുള്ള ട്രാൻസ്പോർട്ട്, അതുപോലെ തന്നെ ഡോക്ടേഴ്സ്, മറ്റ് സ്റ്റാഫ്, ഇവരുടെ എല്ലാവരുടെയും നിയമനവും മറ്റും നടത്തേണ്ടതായിട്ടുണ്ട്. പക്ഷേ എല്ലാ സൗകര്യവും ലഭ്യമാകത്തക്ക രീതിയിലുള്ള ഒരു സംവിധാനം അവിടെ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. വലിയ താമസമില്ലാതെ അത് പ്രവർത്തനക്ഷമമാക്കാൻ കഴിയുമെന്ന് തന്നെയാണ് നമ്മൾ വിചാരിക്കുന്നത്. പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി എന്നിവയുടെ സഹകരണത്തോടെയാണ് പദ്ധതി നടപ്പാക്കുന്നത്. ഗ്രാമപഞ്ചായത്തുകൾ 4 ലക്ഷം രൂപ വീതവും ബ്ലോക്ക് പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി എന്നിവ 8 ലക്ഷവും വീതമാണ് പദ്ധതിക്കായി നീക്കിവെക്കുന്നത്. അധികം വൈകാതെ തന്നെ സെന്ററിന്റെ നിർമ്മാണം പൂർത്തീകരിച്ച് പ്രവർത്തനം ആരംഭിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷ. MC ബോബൻ, അമൃത ന്യൂസ്, ഇടുക്കി. പിടിച്ചെടുത്ത വാഹനങ്ങൾ വിട്ടുകിട്ടാൻ നടൻ ദുൽഖർ സൽമാൻ നൽകിയ അപേക്ഷയിൽ കസ്റ്റംസിന്റെ തീരുമാനം ഉടൻ ഉണ്ടാകുമെന്നാണ് സൂചന. വാഹനങ്ങൾ വിട്ടുകൊടുക്കണോ വേണ്ടയോ എന്നതിൽ കസ്റ്റംസ് നിലപാടെടുക്കും. വാഹനം വിട്ടുകൊടുക്കേണ്ട എന്നാണ് തീരുമാനമെങ്കിൽ എന്തുകൊണ്ട് എന്നത് കോടതിയെ അറിയിക്കണം. ദുൽഖറിന്റെ പിടിച്ചെടുത്ത വാഹനം വിട്ടു നൽകാൻ കഴിഞ്ഞ ദിവസം അപേക്ഷ സമർപ്പിച്ചിരുന്നു. കിരൺ ചേരുകയാണ് വിവരങ്ങളുമായി. കിരൺ, ഈ ദുൽഖർ സൽമാന് തന്റെ പിടിച്ച വാഹനങ്ങളെല്ലാം വിട്ടു നൽകാൻ എന്ത് കടമ്പയാണിപ്പോൾ ഈ കസ്റ്റംസ് പറയുന്നത്? മറിച്ചൊരു നിലപാട് ഇക്കാര്യത്തിൽ കസ്റ്റംസ് സ്വീകരിക്കുമോ? സ്വപ്ന, ഇനി ദുൽഖർ സൽമാന്റെ വാഹനങ്ങൾ വിട്ടുകൊടുക്കാൻ കസ്റ്റംസ് തയ്യാറാകുമോ എന്നൊരു കാര്യം തന്നെയാണ് പ്രധാനമായിട്ടും ഉയരുന്നത്. ഈ രേഖകൾ പരിശോധിച്ചതിന് ശേഷം മാത്രമായിരിക്കും ഇനി തുടർ നടപടികൾ ഉണ്ടാകുക എന്നുള്ളൊരു കാര്യമാണ് കസ്റ്റംസ് അറിയിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ദുൽഖറുമായി ബന്ധപ്പെട്ട ആളുകൾ കസ്റ്റംസിനെ സമീപിക്കുകയും ഈ വാഹനത്തിന്റെ ഇതുമായി ബന്ധപ്പെട്ടുള്ള രേഖകൾ സമർപ്പിക്കുകയും ചെയ്തിരുന്നു. ഇനി ഈ രേഖകൾ പരിശോധിക്കേണ്ടതുണ്ട്. ഈ പരിശോധിച്ചതിന് ശേഷം ഉടൻ തന്നെ ഈ ദുൽഖറിന്റെ അപേക്ഷയിൽ നടപടി ഉണ്ടാകും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും വാഹനം നൽകണമോ വേണ്ടയോ എന്ന കാര്യത്തിൽ കസ്റ്റംസിന് തീരുമാനമെടുക്കാം. എന്തുകൊണ്ട് വാഹനം വിട്ടുകൊടുക്കാതിരിക്കുകയാണെങ്കിൽ അത് എന്തുകൊണ്ടാണ് എന്നുള്ളൊരു കാര്യം ബോധ്യപ്പെടുത്തണം. ഈ കാര്യം നേരത്തെ തന്നെ ഈ ദുൽഖറിന്റെ ഹർജി പരിഗണിച്ച കോടതി ഈ കാര്യം വാഹനങ്ങൾ വിട്ടു നൽകണം എന്നുള്ളൊരു ഉത്തരവ് ഇറക്കിയിരുന്നു. എന്നാൽ വാഹനം വിട്ടു നൽകണമോ വേണ്ടയോ എന്ന കാര്യത്തിൽ തീരുമാനമെടുക്കാനുള്ള അധികാരം അത് കസ്റ്റംസിനാണെന്നുള്ളതും വ്യക്തമാക്കിയിരുന്നതാണ്. ഏതായാലും ദുൽഖറിന്റെ വാഹനം ഇത്തരത്തിൽ കടത്തിക്കൊണ്ടുവന്നതാണ് എന്നുള്ളൊരു നിലപാട് തന്നെയാണ് കസ്റ്റംസ് എടുത്തിരുന്നത്. ഇന്റലിജൻസ് വിവരങ്ങളുടെ കൂടി അടിസ്ഥാനത്തിലായിരുന്നു ദുൽഖറിന്റെ വാഹനം പിടിച്ചെടുത്തത് എന്ന കാര്യവും കസ്റ്റംസ് പറഞ്ഞിരുന്നു. എന്നാൽ ഈ വാഹനത്തിന്റെ രേഖകളെല്ലാം തന്റെ കൈവശം ഉണ്ടെന്നും തന്റെ ഉടമസ്ഥതയിൽ തന്നെ കഴിഞ്ഞ കുറെ വർഷങ്ങളായി ഈ വാഹനങ്ങൾ സൂക്ഷിച്ചിരുന്നതായിരുന്നു എന്നുമായിരുന്നു ദുൽഖർ സൽമാനേതായാലും കോടതിയിൽ വ്യക്തമാക്കിയിരുന്നത്. ഇനി ദുൽഖറിന്റെ ഈ വാദങ്ങൾ കൂടി പരിഗണിച്ചതിന് ശേഷം ഏതായാലും കസ്റ്റംസ് ഉടനെ തന്നെ ഇക്കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ അപേക്ഷ കിട്ടിക്കഴിഞ്ഞാൽ ഒരാഴ്ചക്കുള്ളിൽ തന്നെ തീരുമാനമെടുക്കാനുള്ളൊരു നിർദ്ദേശവും കൂടി കഴിഞ്ഞ ദിവസം ഹൈക്കോടതി നൽകിയിരുന്നു. പിടിച്ചെടുത്ത വാഹനങ്ങൾ വിട്ടുകിട്ടാൻ നടൻ ദുൽഖർ സൽമാൻ നൽകിയ അപേക്ഷയിൽ കസ്റ്റംസ് ഉടൻ തീരുമാനം എടുക്കും. വിപണി വിലയിരുത്തലുമായി ധനകാര്യ ഓഹരി വിദഗ്ധൻ കെ ദിലീപ് ചേരുകയാണ്. ഗുഡ് മോർണിംഗ് കേരളത്തിനൊപ്പം ശ്രീ ദിലീപ്, സ്വാഗതം. ഗുഡ് മോർണിംഗ് കേരളത്തിലേക്ക്. എങ്ങനെയാകും ഇന്നത്തെ വിപണി? ഇന്ന് നഷ്ടത്തിലായിരിക്കും വ്യാപാരം തുടങ്ങുക. വളരെ ഉയർന്ന തോതിലുള്ള കയറ്റിറക്കങ്ങളും പ്രതീക്ഷിക്കണം.
ആഗോള വിപണിയിൽ വലിയ നഷ്ടമായിരുന്നു വെള്ളിയാഴ്ച. US വിപണി ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന നിലവാരത്തിലേക്ക് എത്തിയിരുന്നെങ്കിൽ കൂടിയും US ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ള ചൈനയ്ക്കെതിരെയുള്ള പുതിയ താരിഫ് നിർദ്ദേശം ആ നേട്ടം ഇല്ലാതാക്കുകയും വലിയൊരു നഷ്ടത്തിലേക്ക് നീങ്ങുകയുമായിരുന്നു. അതിൻ്റെ സ്വാധീനം ഇന്ന് വിപണിയുടെ തുടക്കത്തിൽ ഇവിടെ ഉണ്ടാവും. ആഭ്യന്തര ഘടകങ്ങൾ വിപണിയെ സ്വാധീനിക്കാൻ ഉള്ളത് കമ്പനികളുടെ പ്രവർത്തന ഫലങ്ങളാണ്. കഴിഞ്ഞ ദിവസം പുറത്തു വന്ന TCSന്റെ പ്രവർത്തന ഫലം മികച്ചതായിരുന്നു. അതിൻ്റെ സ്വാധീനം, അനുകൂലമായ ഒരു സ്വാധീനം വിപണിയിൽ ഉണ്ടാവുകയും ചെയ്തു. IT മേഖലയിൽ നിന്ന് തന്നെ HDFC ടെക്നോളജീസ്, ഇൻഫോസിസ് തുടങ്ങിയവയുടെ പ്രവർത്തന ഫലങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ബാങ്കിംഗ് മേഖലയിൽ നിന്ന് HDFC ബാങ്ക്, ആക്സിസ് ബാങ്ക്, ICICI ബാങ്ക് തുടങ്ങിയവയുടെ പ്രവർത്തന ഫലങ്ങൾ, കൺസ്യൂമർ മേഖലയിൽ നിന്ന് നെസ്ലയുടെ പ്രവർത്തന ഫലം, ഇതെല്ലാം ഈ ഒരാഴ്ച പ്രതീക്ഷിക്കുന്നുണ്ട്. അതിനനുസരിച്ചുള്ള നീക്കങ്ങൾ വിപണിയിൽ ഉണ്ടാവുകയും ചെയ്യും. പോയ മാസത്തെ പണപ്പെരുപ്പ നിരക്കും ഇന്ന് പുറത്തു വരും. കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് 2% താഴേക്ക് നീങ്ങിയേക്കുമെന്ന് തന്നെയാണ് കരുതുന്നത്. അതും വിപണിയെ സ്വാധീനിക്കാൻ പോകുന്ന പ്രധാന ഘടകമാണ്. ആഗോള സാഹചര്യങ്ങൾ വളരെ തൃപ്തികരമായി തുടരുമ്പോഴും ഈ താരിഫുമായി ബന്ധപ്പെട്ട് ഉള്ള ഈ അസ്വസ്ഥതകൾ തന്നെയായിരിക്കും വരുന്ന ആഴ്ചയിലും വിപണിയെ സ്വാധീനിക്കാൻ പോകുന്ന പ്രധാനപ്പെട്ട ഘടകം. കഴിഞ്ഞ 2 ആഴ്ചയിലും വിപണി നേട്ടത്തിൽ വ്യാപാരം അവസാനിപ്പിച്ചു. ഈ ഒരാഴ്ചയും വിപണി നേട്ടത്തിലേക്ക് നീങ്ങാൻ പോകുന്ന ഘടകങ്ങൾ തന്നെയാണ് നിലവിലുള്ളത്. എങ്കിൽ കൂടിയും ആഗോള സാഹചര്യങ്ങൾ വിപണിക്ക് സംബന്ധിച്ച് പ്രാധാന്യം നൽകുന്നതാണ്. ഒപ്പം തന്നെ വിദേശ നിക്ഷേപ സ്ഥാപനങ്ങളുടെ നിലപാടുകളും വളരെ പ്രധാനമാണ്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം വിദേശ നിക്ഷേപ സ്ഥാപനങ്ങൾ വിപണിനറ്റ നിക്ഷേപത്തിലായിരുന്നു. അവരുടെ നിക്ഷേപ താല്പര്യം തുടരുകയാണെങ്കിൽ അതും വിപണിക്ക് അനുകൂലമായി ഭവിക്കുകയും ചെയ്യും. എന്തായാലും വളരെ ഉയർന്ന തോതിലുള്ള കയറ്റിറക്കങ്ങൾ ഈ ആഴ്ചയും വിപണിയിൽ പ്രതീക്ഷിക്കണം. നന്ദി ശ്രീ ദിലീപ്. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഡൽഹി പീതംപുരയിലെ നവീകരിച്ച ഷോറൂം പ്രവർത്തനം ആരംഭിച്ചു. പ്രസിദ്ധ ചലച്ചിത്ര താരം അനിൽ കപൂറാണ് ഷോറൂം ഉദ്ഘാടനം ചെയ്തത്. സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും വിപുലമായ ശേഖരവുമായാണ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് രാജ്യതലസ്ഥാനത്തെ ജനങ്ങൾക്കിടയിലേക്ക് എത്തിയിരിക്കുന്നത്. സ്വന്തമായി രൂപകൽപ്പന ചെയ്ത് നിർമ്മിച്ച ആഭരണങ്ങളാണ് കൂടുതലായും ഷോറൂമിലുള്ളത്. ആകർഷകമായ ആനുകൂല്യങ്ങൾക്ക് പുറമെ ദീപാവലി പ്രമാണിച്ച് പ്രത്യേക ഓഫറുകളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. പീതംപുരയിലെ ലാല ജഗത് നാരായൺ മാർഗിലാണ് അത്യാധുനിക സംവിധാനങ്ങളോടുകൂടിയ പുതിയ ഷോറൂം ഉള്ളത്. വളരെയധികം സന്തോഷമുണ്ട്. കാരണം പീതംപുരയിൽ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് നമ്മളൊരു സിംഗിൾ സ്റ്റോർ ഉണ്ടായിരുന്നു, ഒരു ഗ്രൗണ്ട് ഫ്ലോർ മാത്രമല്ല. ഇന്ന് വലിയൊരു ലാർജ് ഷോറൂം, കൂടുതൽ കളക്ഷൻസും കൂടുതൽ ഫെസിലിറ്റീസും എല്ലാം ആയിട്ട് പീതംപുര മാർക്കറ്റിൽ ഒരു പുതിയ ഷോറൂം തുറക്കും. ഡൽഹി ആൻഡ് NCRൽ നോക്കുമ്പോൾ വളരെയധികം പോസിറ്റീവ് റെസ്പോൺസാണ് മലബാറിന് കിട്ടിയിട്ടുള്ളത്. കാരണം ഇവിടെയുള്ള കസ്റ്റമേഴ്സ് മലയാളികളായാലും മറ്റുള്ള സൗത്ത് ഇന്ത്യൻസ് ആയാലും ഈവൻ പഞ്ചാബീസ്, ബനിയാസ്, നോർത്ത് ഇന്ത്യൻസ് എല്ലാവരും ഒരേ രീതിയിൽ മലബാറിനെ വളരെ പോസിറ്റീവായിട്ടാണ് അക്സെപ്റ്റ് ചെയ്തത്. അതുകൊണ്ട് തന്നെ ഡൽഹി NCR റീജിയനിൽ മാത്രം 16 ഷോറൂം ഓൾറെഡി തുടങ്ങിക്കഴിഞ്ഞു. എക്സിസ്റ്റിംഗ് മാർക്കറ്റിൽ തന്നെ, ഈ ഡൽഹി NCR മാർക്കറ്റിൽ തന്നെ ചെറിയ ഷോറൂമുകളോ മുമ്പ് തുടങ്ങിയ ഷോറൂമുകളൊക്കെ വലുതാക്കിയും കൂടുതൽ കളക്ഷനൊക്കെ വെച്ചിട്ട് ബെറ്റർ ആക്കുകയാണ് ചെയ്തത്. ഒരുപാട് കസ്റ്റമർ നമ്മുടെ അടുത്തുള്ള കളക്ഷൻസ് കണ്ടിട്ട് വളരെയധികം പോസിറ്റീവ് റെസ്പോൺസാണ് പറഞ്ഞത്. മലബാർ ബാക്ക്വേർഡ് ഇൻ്റഗ്രേഷൻ്റെ ഭാഗമായിട്ട് ഓൺ മാനുഫാക്ചറിങ് യൂണിറ്റ്സ് കൂടുതൽ ഫോക്കസ് ചെയ്തുകൊണ്ട് നമ്മൾ ഇൻഹൗസ് തന്നെ ഡിസൈൻ ചെയ്യും, ഇൻഹൗസ് തന്നെ മാനുഫാക്ചർ ചെയ്തിരിക്കുന്ന ഒരുപാട് കളക്ഷൻസ് പല ഷോറൂമുകളും ഈ ദിവാലിക്ക് മുമ്പേയും അതിന് ഒക്കെ ആയിട്ട് എത്തിയിട്ടുണ്ട്. ഈ സ്റ്റോറിലും നല്ല കളക്ഷൻസ് കാഴ്ച. റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട മുനമ്പത്തെ ജനങ്ങൾ നടത്തി വന്നിരുന്ന നിരാഹാര സമരം 1 വർഷം പിന്നിട്ടു. സമരത്തിന്റെ 1ാം വാർഷികത്തോടനുബന്ധിച്ച് പൊതുസമ്മേളനം സംഘടിപ്പിച്ചു. മുനമ്പത്തെ ഭൂമി വഖഫിന്റേതല്ലെന്ന ഹൈക്കോടതി വിധി പ്രതീക്ഷകൾ നൽകുന്നതാണെന്ന് മുനമ്പം സമരസമിതി പ്രതികരിച്ചു. സർക്കാർ റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിക്കും വരെ സമരം തുടരുമെന്നും സമരസമിതി വ്യക്തമാക്കി. 2024 ഒക്ടോബർ 13 മുനമ്പം വേളാങ്കണ്ണിമാത പള്ളിയങ്കണത്തിൽ ആരംഭിച്ച നിരാഹാര സമരം 1 വർഷം പിന്നിടുകയാണ്. സമരം ആരംഭിച്ചപ്പോൾ പ്രധാനമായും ഉന്നയിച്ച ആവശ്യം ഇതുവരെ നടപ്പിലായിട്ടില്ല. മുനമ്പത്തെ 610 കുടുംബങ്ങൾക്കും റവന്യൂ അവകാശം പുനഃസ്ഥാപിക്കണമെന്നാണ് സമരസമിതിയുടെ ആവശ്യം. കഴിഞ്ഞ ദിവസം മുനമ്പത്തെ ഭൂമി വഖഫല്ലെന്ന ഹൈക്കോടതി വിധി നിർണായകമാണ്. ഇനി സർക്കാരാണ് തീരുമാനമെടുക്കേണ്ടതെന്ന് മുനമ്പം സമരസമിതി അറിയിച്ചു. ഞങ്ങൾക്ക് ഏറെ പ്രതീക്ഷ നൽകുന്ന ഒരു വിധിയായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്നലെ അതിനെക്കുറിച്ച് ബഹുമാനപ്പെട്ട മിസ്റ്റർ രാജീവ് സാറിനോട് സംസാരിക്കുകയായിരുന്നു. അപ്പോൾ നാളെ മുഖ്യമന്ത്രിയായിട്ട് അവർ മീറ്റിംഗ് വെച്ചിട്ടുണ്ട്. ഉടനെ തന്നെ നമ്മുടെ റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഏറെ പ്രതീക്ഷയോടുകൂടിയാണ് ഈ വിധി ഞങ്ങൾ കാണുന്നത്. വഖഫ് ബോർഡ് സർക്കാരിന് കീഴിൽ വരുന്ന സ്ഥാപനമാണ്. ഹൈക്കോടതി വിധിക്കെതിരെ വഖഫ് ബോർഡ് അപ്പീലിന് പോകാതിരിക്കാൻ സർക്കാർ ഇടപെടൽ ഉണ്ടാകണം.
ഇക്കാര്യം മന്ത്രി പി രാജീവ് അടക്കമുള്ളവരോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും സമരസമിതി ഭാരവാഹികൾ പറഞ്ഞു. ഇനി ഇതിനെതിരായിട്ട് സുപ്രീം കോടതിയിലേക്ക് ആരും തന്നെ അപ്പീൽ പോവുകയാണെങ്കിൽ അത് വീണ്ടും ഞങ്ങളെ പ്രശ്നത്തിൽ ഉളവാക്കുന്നതായിരിക്കും. കാരണം തടസ്സങ്ങൾ അവിടെ വരാൻ സാധ്യതകളുണ്ട്. പക്ഷെ എന്നാലും വഖഫ് ബോർഡ് അവിടെ അപ്പീൽ നൽകാതിരിക്കുകയാണെങ്കിൽ പോകാതിരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ പ്രശ്നം ഇതോടുകൂടി ഇവിടെ പരിഹരിക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ വഖഫ് ട്രൈബ്യൂണലിൽ വരുന്ന 24-ാം തീയതി വീണ്ടും വാദമുണ്ട്. അവിടെ ഡിലേ പെറ്റീഷൻ്റെ വിധി ഞങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അതിനുശേഷം അവിടെ ഞങ്ങൾക്കൊരു വിധി ലഭിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ പ്രശ്നം ഇതോടുകൂടി പരിഹരിക്കാനായിട്ട് സാധിക്കും. സമരത്തിന്റെ 1ാം വാർഷികത്തോടനുബന്ധിച്ച് മുനമ്പം വേളാങ്കണ്ണി മാതാ പള്ളി പാരിഷ് ഹാളിൽ പൊതുസമ്മേളനം സംഘടിപ്പിച്ചിരുന്നു. കോട്ടപ്പുറം രൂപതാമെത്രാൻ ഡോക്ടർ അംബ്രോസ് പുത്തൻവീട്ടിൽ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ധീവര, കുടുംബി, കത്തോലിക്ക തുടങ്ങിയ സമുദായ സംഘടനകളുടെ നേതാക്കന്മാരും സമ്മേളനത്തിൽ പങ്കെടുത്തു. അമൃത ന്യൂസ്, കൊച്ചി. ഏറ്റുമാനൂർ ടൗണിലെ ഗതാഗതക്കുരുക്ക് പരിഹരിക്കാൻ നടപടികൾ വേണമെന്ന ആവശ്യം ശക്തമാകുന്നു. കോട്ടയം നഗരത്തോട് ചേർന്നുള്ള പ്രധാന നഗരമായിരുന്നിട്ടും കാലാനുസൃതമായ റോഡ് വികസനം ഏറ്റുമാനൂർ നഗരത്തിൽ ഉണ്ടായിട്ടില്ലെന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുകയാണ്. ഏറ്റുമാനൂരിലെ ഗതാഗതക്കുരുക്കിന് പരിഹാരമായി വിഭാവനം ചെയ്യപ്പെട്ട റിംഗ് റോഡ് പദ്ധതി ഇപ്പോഴും പ്രാരംഭഘട്ടത്തിൽ തന്നെയാണ്. നഗരത്തോടനുബന്ധമായുള്ള മറ്റു റോഡുകൾ വികസിപ്പിച്ച് ഗതാഗതം വഴിതിരിച്ചുവിടണമെന്ന ആവശ്യവും ശക്തമാണ്. ഏറ്റുമാനൂർ നഗരസഭയുടെ മധ്യത്തിലൂടെയാണ് MC റോഡ് കടന്നു പോകുന്നത്. എന്നാൽ MC റോഡ് വികസിച്ചിട്ടും ഏറ്റുമാനൂരിലെ ഗതാഗതക്കുരുക്ക് അഴിഞ്ഞിട്ടില്ല. എന്ന് മാത്രമല്ല, കൂടുതൽ രൂക്ഷമാവുകയും ചെയ്തു. ഇടദിവസങ്ങളിൽ രാവിലെയും വൈകുന്നേരവും ഏറ്റുമാനൂർ ടൗണിൽ അനുഭവപ്പെടുന്നത് അതിരൂക്ഷമായ വാഹനത്തിരക്കാണ്. MC റോഡിൽ പാറോലിക്കൽ മുതൽ പട്ടിത്താനം വരെയും, അതിരമ്പുഴ റോഡിൽ കോടതിപ്പടി വരെയും, പാലാ റോഡിൽ ചിലപ്പോഴൊക്കെ മംഗളംകലുങ്ക് വരെയും നീളും വാഹനങ്ങളുടെ നിര. മെഡിക്കൽ കോളേജിലേക്ക് വരുന്ന ആംബുലൻസുകൾ പോലും പലപ്പോഴും ഈ കുരുക്കിൽ പെടാറുണ്ട്. ഈ ഗതാഗത കുരുക്കിനുള്ള മെയിൻ കാര്യം എന്താണെന്ന് വെച്ചാൽ, എല്ലാ വശത്തുനിന്നും വരുന്ന വണ്ടികൾ സെൻട്രൽ ജംഗ്ഷനിൽ ഒത്തുകൂടി നടന്ന് തിരിയാൻ സ്ഥലമില്ലാത്ത രീതിയിൽ, അതായത് നമ്മുടെ അവിടെ നിന്ന് വിമല ഹോസ്പിറ്റലിൻ്റെ അവിടം തൊട്ട് പട്ടിത്താനം വരെ ബ്ലോക്ക് വരുകയാണ്. ഇതിനൊരു ശാശ്വതമായ ഒരു പരിഹാരമായിരുന്നു ഒരു പരിധിവരെ ആദ്യം ബൈപ്പാസ്. എങ്കിലും ബൈപ്പാസ് വന്നിട്ട് യാതൊരു റഷും തീർന്നിട്ടില്ല. ഇതിന് ചെയ്യാൻ കഴിയുന്ന ഏക കാര്യം ഒന്ന് റിംഗ് റോഡായിരുന്നു. പക്ഷേ റിംഗ് റോഡും ഇപ്പോൾ ചുവപ്പ് നാടയിൽ കടക്കുകയാണ്. ഏറ്റുമാനൂരിലെ സ്വകാര്യ ബസ് സ്റ്റാൻഡും KSRTC ബസ് സ്റ്റാൻഡും അടുത്തടുത്തായതും ഇരു സ്റ്റാൻഡുകളുടെയും വെവ്വേറെയുള്ള പ്രവേശന റോഡുകളും പുറത്തേക്കുള്ള റോഡുകളും MC റോഡിനോട് അനുബന്ധമായതും ഗതാഗതക്കുരുക്കിന് കാരണമാകുന്നുണ്ട്. പ്രധാനപ്പെട്ട പ്രശ്നം ഏറ്റുമാനൂർ പട്ടണത്തിലുള്ളത് 2 ബസ് സ്റ്റാൻഡുകളും അടുത്തടുത്താണ് എന്നതും ആ 2 ബസ് സ്റ്റാൻഡുമായി ബന്ധപ്പെട്ട് 4 റോഡുകൾ MC റോഡിലേക്ക് കണക്ട് ചെയ്യുന്നു എന്നതും ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. ഇപ്പോൾ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലേക്ക് കയറുന്ന റോഡ്, പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ നിന്ന് ബസ് ഇറങ്ങുന്ന റോഡ്, KSRTCയിൽ നിന്ന് വാഹനങ്ങൾ അകത്തേക്ക് കയറുന്നതും വാഹനങ്ങൾ പുറത്തേക്ക് ഇറങ്ങുന്നതും 2 റോഡ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ബസ്സുകൾ തിരിഞ്ഞു വരുമ്പോൾ മറ്റു വാഹനങ്ങൾ തടസ്സപ്പെടുന്ന ഒരു സാഹചര്യം ഈ 2 സ്ഥലങ്ങളിലും രൂപപ്പെടുകയാണ്. പട്ടിത്താനം മണർകാട് ബൈപ്പാസ് മാത്രമാണ് ടൗണിലെ ഗതാഗതക്കുരുക്ക് ഒരു പരിധിവരെ കുറയ്ക്കാൻ സഹായിച്ചത്. നിലവിലെ സർക്കാരിൻ്റെ ആദ്യകാലത്ത് ഏറ്റുമാനൂരിനായി റിംഗ് റോഡ് പദ്ധതി ആവിഷ്കരിച്ചെങ്കിലും സ്ഥലമേറ്റെടുപ്പ് നടപടികൾ പോലും പൂർത്തിയായിട്ടില്ല. ഏറ്റുമാനൂർ നീണ്ടൂർ റോഡിൽ നിന്നും നഗരസഭയുടെ ഭാഗത്തേക്ക് ഫ്ലൈ ഓവർ എന്ന നിർദ്ദേശം ചില കോണുകളിൽ നിന്നും ഉയർന്നെങ്കിലും അത് കാര്യമായി പരിഗണിക്കപ്പെട്ടില്ല. പഴയ MC റോഡിൽ ചില ഭാഗങ്ങളിലെ വീതിക്കുറവ് പരിഹരിച്ച് വാഹനങ്ങൾ ഇതുവഴി തിരിച്ചുവിടണമെന്ന ആവശ്യവും ഉയരുന്നുണ്ട്. അമൃത ന്യൂസ്, കോട്ടയം. ഈ ഗതാഗതക്കുരുക്ക് പരിഹരിക്കാനായി പല നിർദ്ദേശങ്ങൾ പൊതുജനങ്ങളും പൊതുപ്രവർത്തകരും മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഈ പഴയ MC റോഡ് പ്രയോജനപ്പെടുത്തുക, റിംഗ് റോഡ്, ഫ്ലൈ ഓവർ, കാണക്കാരി റെയിൽവേ ഓവർ ബ്രിഡ്ജ് തുടങ്ങിയവയാണ് പ്രധാന നിർദ്ദേശങ്ങളായി വരുന്നത്. പൊതുജനങ്ങളുടെ പ്രതികരണങ്ങളിലേക്ക്. കാണക്കാരി റെയിൽവേ മേൽപ്പാലം അത് വരികയാണെങ്കിൽ ഒരു പരിധി വരെ ഏറ്റുമാനൂർ ഗതാഗതക്കുരുക്ക് ഒഴിവാക്കാൻ സാധിക്കും. അതിനുള്ള ഗുണം എന്താണെന്ന് ചോദിച്ചാൽ, മൂവാറ്റുപുഴയ്ക്ക് പോകുവാനോ എറണാകുളത്തിന് പോകുവാനോ വരുന്ന വാഹനങ്ങൾക്ക് മൂവാറ്റുപുഴയ്ക്ക് പോകണമെന്നാണ് വെമ്പള്ളിയിൽ വന്നിട്ട് കയറിപ്പോകാൻ പറ്റും. വൈക്കത്ത് എറണാകുളം പോകുന്ന ആളുകൾ കാണക്കാരിയിൽ വന്നിട്ട് പോകാനും സാധിക്കും. ഇപ്പോൾ നമ്മുടെ ഓൾഡ് MC റോഡ് വാഹനങ്ങൾ പോകുന്ന ഒരു പ്രധാനപ്പെട്ട വഴിയാണ്. എന്നാൽ ആ ഓൾഡ് MC റോഡിന് പല സ്ഥലത്തും വീതിയില്ല എന്നൊരു പ്രശ്നവും, അതോടൊപ്പം തന്നെ പല സ്ഥലങ്ങളിലും അനധികൃതമായിട്ടുള്ള വാഹന പാർക്കിങ്ങും ആ റോഡിലൂടെയുള്ള ഗതാഗത സൗകര്യം സുഗമമാകുന്നതിൽ ചില തടസ്സങ്ങൾ നേരിടുകയാണ്. ഇപ്പോൾ ഏറ്റുമാനൂർ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ നിന്ന് ഓൾഡ് MC റോഡ് തുടങ്ങുന്ന ഭാഗത്ത് കുറച്ച് വീതി കുറവാണ്. അത് ആവശ്യമായിട്ടുള്ള വീതി എടുത്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും വാഹനങ്ങൾ പോകാനുള്ള സൗകര്യം ഉണ്ടാവും. ഫണ്ട് അനുവദിക്കപ്പെട്ടിട്ടുള്ള ഏറ്റുമാനൂർ റിംഗ് റോഡാണ്.
ആ റിംഗ് റോഡ് പദ്ധതി പൂർത്തീകരിക്കപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായും ഏറ്റുമാനൂർ പട്ടിത്താനം മണർകാട് ബൈപ്പാസ് വന്നതുപോലെ ആ റിംഗ് റോഡിലൂടെ ധാരാളം വാഹനങ്ങൾ പോകാനുള്ള ഒരു സൗകര്യവും കൂടെ ക്രമപ്പെട്ടുമ്പം ഏറ്റുമാനൂർ ടൗണിലെ ട്രാഫിക്കിൻ്റെ ബുദ്ധിമുട്ടുകൾ ശാശ്വതമായി പരിഹരിക്കാൻ കഴിയും എന്നതാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ഒരു മേൽപ്പാലമാണ് അനിവാര്യം. നീണ്ടൂർ റൂട്ടിൽ നിന്ന് തുടങ്ങി ടിപ്സിയുടെ മുൻവശം വഴി ഇടതുവശം വഴി സ്റ്റാൻഡിലോട്ട് ഇറങ്ങുന്ന ഒരു മേൽപ്പാലത്തിനാണ് നമ്മൾ അനുമതി ചോദിച്ച് അതിൻ്റെ പ്ലാൻ തയ്യാറാക്കി നമ്മുടെ അധികാരികൾക്കെല്ലാം കൊടുത്തു, മന്ത്രിമാർക്കുൾപ്പെടെ കൊടുത്തു. അതിന് വെറും 36 കോടി രൂപ മതി. അതാണ് ഏറ്റവും വലുത്. ഒരു വ്യാപാരിക്ക് പോലും ബുദ്ധിമുട്ടില്ല. ചിലവടക്കമുള്ള നിർദ്ദേശങ്ങളാണ് എന്തായാലും പൊതുജനങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത്. സംസ്ഥാനത്ത് ഇന്നും മഴയുണ്ട് എന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. 4 ജില്ലകളിൽ യെല്ലോ അലേർട്ട് നൽകിയിട്ടുണ്ട്. ശക്തമായ തിരമാലയ്ക്ക് സാധ്യതയുള്ളതിനാൽ തീരദേശവാസികൾ ജാഗ്രത പാലിക്കണമെന്നും മുന്നറിയിപ്പുണ്ട്. ആദ്ര രാധാകൃഷ്ണൻ ചേരുകയാണ്. ആദ്ര, ഏതൊക്കെ ജില്ലകളിലാണ് ഇന്നിപ്പോൾ മഴ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്? സ്വപ്ന, ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഒരു ഇടത്തരം മഴയാണ് സംസ്ഥാനത്തുണ്ടായിരുന്നത്. ഏതായാലും ഇന്നും അത്തരത്തിൽ മഴ തുടരുമെന്ന് തന്നെയാണ് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പുള്ളത്. 4 ജില്ലകളിലാണ് ഇന്ന് യെല്ലോ അലേർട്ട് നൽകിയിട്ടുള്ളത്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം എന്നീ ജില്ലകളിലാണ് യെല്ലോ അലേർട്ട് ഉള്ളത്. 16-ാം തീയതി വരെ സംസ്ഥാനത്ത് ഇത്തരത്തിൽ ഇടത്തരം മഴ തുടരുമെന്ന് തന്നെയാണ് കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന മുന്നറിയിപ്പ്. നാളെ പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി എന്നീ ജില്ലകളിലും യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. പക്ഷേ മത്സ്യബന്ധനത്തിനൊന്നും തന്നെ വിലക്ക് ഏർപ്പെടുത്തിയില്ല. പക്ഷേ 40 കിലോമീറ്ററിലധികം വേഗതയിൽ മണിക്കൂറിൽ കാറ്റ് വീശാനുള്ള സാധ്യതയുണ്ട്. അതുമാത്രമല്ല, കള്ളക്കടൽ പ്രതിഭാസത്തിനും ഉയർന്ന തിരമാലയ്ക്കും സാധ്യതയുള്ളതിനാൽ തീരദേശവാസികൾ ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശമാണ് കാലാവസ്ഥാ വകുപ്പ് നൽകിയിട്ടുള്ളത്. ചെറിയ വള്ളങ്ങളും ചെറിയ ബോട്ടുകളും കടലിലിറക്കുമ്പോൾ സൂക്ഷിക്കണമെന്ന നിർദ്ദേശവും കാലാവസ്ഥാ വകുപ്പ് നൽകിയിട്ടുണ്ട്. പക്ഷേ മത്സ്യത്തൊഴിലാളികൾക്ക് കടലിൽ പോകാമെന്നുള്ളൊരു നിർദ്ദേശമാണ് ഇന്നുള്ളത്. മുൻ ദിവസങ്ങളിലൊക്കെ തന്നെ മത്സ്യബന്ധനത്തിനൊക്കെ വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു. ഓറഞ്ച് അലർട്ടൊക്കെ നിലനിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് സംബന്ധിച്ചിടത്തോളം യെല്ലോ അലർട്ട് മാത്രമാണ് ഒരു മഴ മുന്നറിയിപ്പായി നൽകിയിരിക്കുന്നത്. ഒരുപക്ഷെ ഇനി വരുന്ന മണിക്കൂറുകളിൽ മഴയുടെ ഒരു സാധ്യത കണക്കിലെടുത്ത് അല്ലെങ്കിൽ ശക്തമായ മഴ ഉണ്ടാകും എന്നത് സംബന്ധിച്ച് ഈ അലർട്ടിലൊക്കെ തന്നെ ചിലപ്പോൾ മാറ്റം ഉണ്ടായേക്കാം. ഏതായാലും ഇന്ന് നിലവിൽ 4 ജില്ലകളിലാണ് യെല്ലോ അലർട്ട് നൽകിയിട്ടുള്ളത്. 16-ാം തീയതി വരെ സംസ്ഥാനത്ത് ഇടത്തരം മഴ തുടരുമെന്ന് തന്നെയാണ് കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന മുന്നറിയിപ്പ്. ആതിരയാണ് വിവരങ്ങളുമായി ചേർന്നത്. കാണികളെ ആവേശത്തിന്റെ കൊടുമുടിയിൽ എത്തിച്ച് ചാമ്പ്യൻസ് ബോട്ട് ലീഗ് 2025 മൂന്നാം സീസൺ. ഫറോക്ക് ചാലിയാറിന്റെ ഓളപ്പരപ്പിൽ ആവേശത്തിന്റെ തുഴയെറിഞ്ഞ അഴീക്കോടൻ അച്ചാംതുരുത്തി വേഗരാജാക്കന്മാരായി. പാലിച്ചോൻ അച്ചാംതുരുത്തി എ ടീമിനെ പരാജയപ്പെടുത്തിയായിരുന്നു അഴീക്കോടൻ അച്ചാംതുരുത്തിയുടെ മുന്നേറ്റം. ജലമഹോത്സവത്തിൽ 15 ചുരുളൻ വള്ളങ്ങൾ മാറ്റുരച്ചു. അതിവേഗതയോടെ ചാലിയാറെ മുറിച്ച് കുതിച്ചു പായുന്ന ചുരുളൻ വള്ളങ്ങളെ ആർപ്പുവിളികളോടെയാണ് കാണികൾ സ്വീകരിച്ചത്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നിന്നുള്ള 15ഓളം ചുരുളൻ വള്ളങ്ങളാണ് ജലോത്സവത്തിൽ മാറ്റുരച്ചത്. വാശിയേറിയ മത്സരത്തിനൊടുവിൽ അഴീക്കോടൻ അച്ചാംതുരുത്തി സ്വർണ്ണക്കപ്പിൽ മുത്തമിട്ടു. സെക്കൻഡുകളുടെ വ്യത്യാസത്തിലാണ് പാലിച്ചോൻ അച്ചാംതുരുത്തി എ ടീമിനെ പരാജയപ്പെടുത്തി അഴീക്കോടൻ അച്ചാംതുരുത്തി 1ാം സ്ഥാനത്തെത്തിയത്. 1ാം സ്ഥാനത്തെത്തിയപ്പോൾ ഞങ്ങൾക്ക് നല്ല സന്തോഷമുണ്ട്, അതിയായ സന്തോഷമുണ്ട്. ടീം വർക്കാണല്ലോ, ടീമിന്റെ ആ ഒരു വർക്ക് കൊണ്ടാണ് ഞങ്ങൾക്ക് ഇത്ര നല്ല രീതിയിൽ വിജയം നേടാൻ ഞങ്ങൾക്ക് സാധിച്ചത്. എല്ലാം ടീമാണല്ലോ. കഠിനാധ്വാനത്തിന്റെ ആത്മസമർപ്പണത്തിന്റെയും വിജയമാണ് അഴീക്കോടൻ അച്ചാംതുരുത്തി നേടിയത്. വടക്കൻ കേരളത്തിലെ ടൂറിസം സാധ്യതകൾ വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് CBL ആരംഭിച്ചതെന്ന് മന്ത്രി PA മുഹമ്മദ് റിയാസ് പരിപാടി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പറഞ്ഞു. മലബാറിലെ ടൂറിസത്തിന് ഏറെ പ്രചരണം വരാൻ ഈ CBL മലബാറിലെ കൂടി വടക്കൻ ജില്ലകളിലെ കൂടി കൊണ്ടുവരാനുള്ള തീരുമാനമാണ് കൈക്കൊണ്ടത്. നല്ല നിലയിൽ ജനങ്ങൾ അത് ഏറ്റെടുത്തു, ജനങ്ങൾ പൊതുവെ സ്വീകരിച്ചിട്ടുണ്ട്. 1ാം സ്ഥാനം കരസ്ഥമാക്കിയ അഴീക്കോടൻ അച്ചാംതുരുത്തിക്ക് മന്ത്രി PA മുഹമ്മദ് റിയാസ് 1.5 ലക്ഷം രൂപയുടെ സമ്മാനത്തുക കൈമാറി. 2ാം സ്ഥാനം നേടിയ പാലിച്ചോൻ അച്ചാംതുരുത്തി എ ടീം 1 ലക്ഷം രൂപയും 3ാമതെത്തിയ AKG പടോതുരുത്തി എ ടീം 50,000 രൂപയും സ്വന്തമാക്കി. ഫ്ലൈ ബോർഡിംഗ് കാണികൾക്ക് വേറിട്ടൊരു അനുഭവമായി. വള്ളംകളിയുടെ ഇടവേളകളിൽ വിവിധ കലാപരിപാടികളും അരങ്ങേറി. അമൃത ന്യൂസ്, കോഴിക്കോട്.
കേരളത്തിന്റെ സാംസ്കാരിക തനിമ വീണ്ടെടുക്കാൻ സന്യാസി ശ്രേഷ്ഠന്മാർ നയിക്കുന്ന ധർമ്മ സന്ദേശയാത്ര ഇന്ന് തൃശ്ശൂരിലെത്തും. സദ്ഗുരു ശ്രീമാതാ അമൃതാനന്ദമയി ദേവി രക്ഷാധികാരിയായി കേരള മാർഗദർശക മണ്ഡലത്തിന്റെ ആഭിമുഖ്യത്തിലാണ് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ സന്ദേശയാത്ര സംഘടിപ്പിച്ചിട്ടുള്ളത്. സന്യാസി യാത്രയോടനുബന്ധിച്ച് തൃശൂർ കൗസ്തുഭം ഓഡിറ്റോറിയത്തിൽ നാളെ രാവിലെ 10 മണിക്ക് ഹിന്ദു നേതൃസമ്മേളനവും തുടർന്ന് വടക്കുംനാഥ ക്ഷേത്ര മൈതാനിയിൽ സനാതന സമ്മേളനവും സംഘടിപ്പിക്കും. ഇന്ത്യക്കെതിരായ രണ്ടാം ക്രിക്കറ്റ് ടെസ്റ്റിന്റെ രണ്ടാം ഇന്നിംഗ്സിൽ വെസ്റ്റ് ഇൻഡീസ് ഭേദപ്പെട്ട നിലയിൽ മൂന്നാം ദിവസം കളി നിർത്തുമ്പോൾ വിൻഡീസ് 2 വിക്കറ്റിന് 173 റൺസ് എന്ന നിലയിലാണ്. ഇന്ത്യയുടെ ഒന്നാം ഇന്നിംഗ്സ് ലീഡ് മറികടക്കാൻ വിൻഡീസിന് 97 റൺസ് കൂടി വേണം. 87 റൺസോടെ ജോൺ ക്യാമ്പലും 66 റൺസുമായി ഷായ് ഹോപ്പുമാണ് ക്രീസിൽ. നേരത്തെ വിൻഡീസിന്റെ ആദ്യ ഇന്നിംഗ്സ് 247 റൺസിന് അവസാനിച്ചിരുന്നു. 5 വിക്കറ്റ് വീഴ്ത്തിയ കുൽദീപ് യാദവും 3 വിക്കറ്റ് നേടിയ രവീന്ദ്ര ജഡേജയുമാണ് സന്ദർശകരെ തകർത്തത്. ആദ്യ ഇന്നിംഗ്സിൽ ഇന്ത്യ 5 വിക്കറ്റിന് 518 ഡിക്ലെയർ ചെയ്യുകയായിരുന്നു. 2 മത്സരങ്ങളുടെ പരമ്പരയിൽ ഇന്ത്യ 1-0 മുന്നിലാണ്. 4ാം ദിവസ മത്സരം ഇന്ന് 9:30 ആരംഭിക്കും. വനിതാ ലോകകപ്പിൽ ഇന്ത്യ ഓസ്ട്രേലിയ മത്സരത്തിൽ ഇന്ത്യക്ക് തോൽവി. ടോസ് നേടിയ ഓസ്ട്രേലിയ ഇന്ത്യയെ ബാറ്റിംഗിന് അയക്കുകയായിരുന്നു. 330 റൺസ് എടുത്ത ഇന്ത്യയെ മറുപടി ബാറ്റിംഗിനിറങ്ങിയ ഓസ്ട്രേലിയ 6 പന്ത് ബാക്കി നിൽക്കെ 3 വിക്കറ്റുകൾക്കാണ് തോൽപ്പിച്ചത്. വനിതാ ഏകദിന ക്രിക്കറ്റ് ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന വിജയകരമായ റൺ ചേസാണ് ഇത്. ഇന്ത്യക്ക് വേണ്ടി സ്മൃതി മന്ദാന 80 റൺസും പ്രതിക റവാൽ 75 റൺസും നേടി. ഓസ്ട്രേലിയയ്ക്ക് വേണ്ടി 142 റൺസ് എടുത്ത അലിസ ഹെയ്ലിയാണ് പ്ലെയർ ഓഫ് ദി മാച്ച്. ഓസ്ട്രേലിയയുടെ അനബെൽ സതർലാൻഡ് 5 വിക്കറ്റുകളും നേടി. ഇതോടെ പോയിന്റ് പട്ടികയിൽ ഓസ്ട്രേലിയ 1ാം സ്ഥാനത്തും ഇന്ത്യ 3ാം സ്ഥാനത്തുമാണ്. സംസ്ഥാനത്ത് ആദ്യമായി സ്കൂൾ കായിക താരങ്ങൾക്കായുള്ള ഡേ ബോർഡിംഗ് സെന്ററുകൾ ഇടുക്കിയിൽ തുടങ്ങി. സംസ്ഥാന സ്പോർട്സ് കൗൺസിലിന്റെ നേതൃത്വത്തിൽ ജില്ലയിൽ 5 കേന്ദ്രങ്ങളിലാണ് ഡേ ബോർഡിംഗ് സെന്ററുകൾ പ്രവർത്തിക്കുക. ഇടുക്കി ജില്ലയുടെ കായിക വികസനത്തിന് കരുത്തുപകരാൻ സംസ്ഥാന സ്പോർട്സ് കൗൺസിൽ, പെരുവന്താനം ഹൈറേഞ്ച് സ്പോർട്സ് അക്കാദമി, കാൽവരി മൗണ്ട് കാൽവരി ഹൈസ്കൂൾ, SNVHSS NR സിറ്റി, മൂലമറ്റം ഗവൺമെന്റ് ഹൈസ്കൂൾ, വാഴത്തോപ്പ് സെന്റ് ജോർജ് ഹൈസ്കൂൾ എന്നീ 5 ഇടങ്ങളിലാണ് ഡേ ബോർഡിംഗ് സെന്ററുകൾ ആരംഭിച്ചിരിക്കുന്നത്. അത്ലറ്റിക്സ്, ഫുട്ബോൾ, തായ്ക്കൊണ്ട എന്നീ കായിക ഇനങ്ങളിലാണ് സെന്ററുകളിൽ പരിശീലനം നൽകുന്നത്. ഓരോ കായിക ഇനത്തിലും 25 വീതം കുട്ടികളെ തെരഞ്ഞെടുത്ത് 1 ഗ്ലാസ് പാൽ, മുട്ട, പഴം എന്നീ പ്രകാരം 40 രൂപയുടെ ലഘുഭക്ഷണം പ്രതിദിനം നൽകിക്കൊണ്ടാണ് കുട്ടികൾക്ക് പരിശീലനം കൊടുക്കുന്നത്. പ്രാഥമിക ഘട്ടത്തിൽ സ്കൂൾ കായിക അധ്യാപകരാണ് കുട്ടികളെ പരിശീലിപ്പിക്കുന്നത്. നമ്മുടെ ജില്ലയിൽ മാത്രമാണ് ഈ വർഷം പുതിയ ഡേ ബോർഡിംഗ് സെൻ്ററുകൾ അനുവദിച്ചതെന്നുള്ളൊരു പ്രത്യേകതയുമുണ്ട്. നമ്മുടെ ജില്ലയിലെ കായിക രംഗത്ത് വലിയ മുന്നേറ്റം സൃഷ്ടിക്കാൻ കഴിയുന്ന ബൃഹത്തായ പദ്ധതികളാണ് കേരളത്തിലെ ഗവൺമെൻറ് ഇപ്പോൾ നടപ്പാക്കി വരുന്നത്. ഇതുകൂടാതെ ഗോൾ പദ്ധതിയിൽ ഇടുക്കി ജില്ലയിലെ 5 സെൻ്ററുകൾ കൂടി നവംബർ മാസം ആദ്യം ഫുട്ബോൾ പരിശീലനം നടത്തുകയാണ്. ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ ഡേ ബോർഡിംഗ് സെന്ററുകളുടെ ഉദ്ഘാടനം നിർവഹിച്ചു. കായിക രംഗത്ത് സംസ്ഥാന സർക്കാർ നടപ്പാക്കുന്ന പദ്ധതികൾ ജില്ലയിൽ പുത്തൻ മാറ്റങ്ങളാണ് സൃഷ്ടിച്ചിരിക്കുന്നതെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞു. സംസ്ഥാന സ്പോർട്സ് കൗൺസിൽ 2025 ജൂൺ ജൂലൈ മാസങ്ങളിൽ 5 ബോർഡിംഗ് സെന്ററുകൾക്കായി അനുവദിച്ച 3,32,000 രൂപയുടെ ചെക്ക് അതാത് സെന്ററുകൾ മന്ത്രിയിൽ നിന്നും ഏറ്റുവാങ്ങി. MC ബോബൻ, അമൃത ന്യൂസ്, ഇടുക്കി. റിപ്പോർട്ടോടെ ഗുഡ് മോർണിംഗ് കേരളം പൂർണ്ണമാവുകയാണ്. കൂടുതൽ വാർത്തകൾ അമൃത ന്യൂസ് യൂട്യൂബ് ചാനൽ തുടരും. നമസ്കാരം.